Thank you so much for that wonderful and generous introduction, I must say. And thank you so much for the opportunity, Titus sir and Eldo sir and the entire team of IEDC and IAC who are trying to get in connect with me so as to organize this program and this fine evening. So I have some PPT presentation with me. So I just want to know whether it is convenient to switch in between English and Malayalam for taking the presentation forward. If there is anyone who can't understand Malayalam, then I will explain in English alone. Is it fine? Yes, sir. It's fine for us. We can switch between Malayalam and English. Okay, thank you. Thank you so much. ഞാൻ ചോദിച്ചതിനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ pretty much everybody know that we have kind of നമ്മുടെ ഈ ഒരു ഓൺലൈൻ സെഷൻസ് കാരണമുള്ള ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തി നിൽക്കുവാണ് എല്ലാവരും. സോ ഇനി ഇംഗ്ലീഷിൽ കുറേ ജാർഗൺസും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഐ വാസ് വണ്ടറിങ് ഹൗ വി വിൽ എസ്റ്റാബ്ലിഷ് എ കണക്ട് ബിറ്റ്വീൻ ദി സ്പീക്കർ ആൻഡ് ദി ഓഡിയൻസ്. സോ അതുകൊണ്ട് ഐ വിൽ മിക്സ് ഇറ്റ് അപ്പ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇന്റർഫിയർ ചെയ്യാനോ ചോദിക്കാനോ ഒന്നും ഒരു മടി വിചാരിക്കേണ്ട. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം എനിക്ക് നിങ്ങൾക്ക് പുതുതായിട്ട് പറഞ്ഞു തരാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് എന്താ പറയുന്നത്, ദർ ഇസ് നത്തിങ് ഒറിജിനൽ ഇൻ ദിസ് പ്രസന്റേഷൻ. ഇറ്റ് ഇസ് ജസ്റ്റ് എ കമ്പൈലേഷൻ ഓഫ് തിങ്സ് ദാറ്റ് വി സീ അറൗണ്ട് അസ് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ സാറ് സജസ്റ്റ് ചെയ്ത് തന്നൊരു ടോപ്പിക്കാണ് ട്രാൻസ്ഫോം യുവർ ഐഡിയ ടു എ മാർക്കറ്റബിൾ പ്രോഡക്റ്റ്. And definitely, I guess all of you are aware of IEDC and IAC and the initiatives that are being taken by your institute to promote innovation or to imbibe the traits of innovation and entrepreneurship into you people. നിങ്ങളിലേക്ക് ഈ ഇന്നോവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ട്രേറ്റ്സിനെ തരിക എന്നുള്ളതാണ് അധ്യാപകർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു പ്രൈമറിലി നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ നിങ്ങളൊരു ലൈഫ് ലോങ് ഇന്നോവേറ്റർ ആക്കാനോ നിങ്ങൾ ആദ്യം തന്നെ പോയി ഓൺട്രപ്രണർഷിപ്പിലേക്ക് സംരംഭങ്ങൾ തുടങ്ങുകയോ ചെയ്യുക എന്നുള്ളതല്ല IEDC എന്നുള്ള രീതിയിൽ നമ്മൾ കൺവേ ചെയ്യുന്നത്. പക്ഷെ ഒരു ഇന്നോവേറ്ററിനും ഓൺട്രപ്രണറിനും വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, മൈൻഡ് സെറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് തന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഫൈൻഡ് അവന്യൂസ് ഇൻ യുവർ ലൈഫ് വെയർ യു ക്യാൻ അപ്ലൈ ആൻഡ് കം ഔട്ട് വിത്ത് ഇമെൻസ് സക്സസ്. സോ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ തോന്നുന്നതിനെ എങ്ങനെ നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്, അല്ലേ? പലപ്പോഴും ഇതിനകത്ത് പറ്റിപ്പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഐഡിയയൊക്കെ ഒരു മണ്ടത്തരമായിരിക്കും. അല്ലെങ്കിൽ എന്തുവാ, ഞാൻ നമ്മുടെ റഫ് നോട്ടിന്റെ ബാക്കിലൊക്കെ വരച്ചിടുന്ന സാധനമൊക്കെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ മോശമാണെന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ പുറത്തു പോലും കാണിക്കത്തില്ല, അല്ലേ? പക്ഷേ മിക്കവാറും നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ തന്നെ തുടങ്ങിയെന്നുള്ളത് പല സ്പീക്കേഴ്സ് ഇതിനു മുന്നേ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇല്ലേ? ഒരുപാട് ഐഡിയാസ് നമ്മുടെ മൈൻഡിൽ വരും, ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ ചുറ്റുമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഉണ്ടായി വരുന്ന പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ അതിനു വേണ്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ റീസെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന പ്രോഡക്ട്സ് ചിലപ്പോൾ വളരെ കുറവായിരിക്കും, അല്ലേ? അപ്പോൾ ചുറ്റുമുണ്ട് പ്രശ്നങ്ങൾ. എന്നാൽ അതിനെ മനസ്സിലാക്കാനോ അതിനെ തിരിച്ചറിയാനോ അതിനെ ഒരു സൊല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കാനോ റീ എഞ്ചിനീയർ ചെയ്തെടുക്കാനോ കഴിയാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് കൂടുതൽ പോകാതെ വി ആർ എന്താ പറയുന്നത്, ട്രെയിൻ ടു ബി എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണ് നമ്മുടെ സൊസൈറ്റി നമ്മളെ പുഷ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? സോ ഐ വിൽ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദ പ്രസന്റേഷൻ. ഇവിടെ മെൻഷൻ ചെയ്ത പോലെ തന്നെ മാർബസീലിയസ് കോളേജിൽ ഞാൻ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. IEDCയുടെ നോഡൽ ഓഫീസറാണ്. സ്റ്റാർട്ടപ്പ് മിഷൻ പിന്നെ അതുപോലെ KDISC പോലുള്ള സംരംഭങ്ങളുമായിട്ട് അസോസിയേറ്റഡ് ആണ്. സോ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് KDISCലെ യങ് ഇന്നോവേറ്റർ പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഒരു നല്ലൊരു പങ്ക് സ്റ്റുഡൻസും അവരുടെ ഐഡിയാസ് പ്രസന്റ് ചെയ്ത് ആ ഐഡിയാസ് കേട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു ഹാങ് ഓവറിൽ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓൺലൈനിൽ നടക്കുന്ന ഒരു പ്രോസസ് ആയിരുന്നു. ഒരുപാട് ഐഡിയാസ് കേട്ടു. സോ അതിൽ നിന്നും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ റെഗുലർ ഐഡിയേഷൻ പ്രോസസ്സിനകത്ത് സ്ഥിരം കണ്ടുവരുന്ന കുറെ പ്രോബ്ലംസും കാര്യങ്ങളും. സോ ഞാൻ ഈ ഒരു അവൈലബിൾ ടൈമിൽ എൻ്റെ എക്സ്പീരിയൻസിൽ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ബാക്കി ഫർദർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസ്കഷനിൽ ഫ്രണ്ടിലേക്ക് എടുത്തു പോകാം. So if there is anyone in this crowd who wish to be an innovator or an entrepreneur,
ഒന്നുകിൽ ഒരു ഇന്നോവേറ്റർ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗിവ് മി എ 1 in the chat box. Otherwise give me a 0. If you wish to be an innovator or an entrepreneur, yes, I can see so many ones. Nikhil, Nixon, Nantita, Eva, Penil, Anjana, Sheetal, thank you so much. Abhinav, wonderful response. Okay, thank you so much. So I think എല്ലാരും ഒന്നുകിൽ ഇന്നോവേറ്റർ അല്ലെങ്കിൽ ഓണ്ടർപ്രണർ ആയേ തീരുള്ളൂ എന്നുള്ള ഒരു ഡിസിഷൻ അറ്റ്ലീസ്റ്റ് കൺവേ ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അഗെയിൻ ഫീഡ്ബാക്കിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ടീച്ചറിന് ഏറ്റവും വലിയ എനർജി സോഴ്സ് എന്ന് പറയുന്നത് കുട്ടികളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ആണല്ലോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ യാതൊരു ഫീഡ്ബാക്കും ഇല്ല, കുട്ടികളെയും കാണുന്നില്ല. കമ്പ്യൂട്ടർ സ്ക്രീൻ നോക്കി ഓഫ് ആയിട്ടുള്ള ക്യാമറയിൽ നോക്കി നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ the response which you people are giving is really exciting. So thank you so much. എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നു. എനിക്ക് കാണാൻ കഴിയുന്ന എല്ലാം വൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്. വണ്ടർഫുൾ. സോ അറ്റ്ലീസ്റ്റ് യു ഹാവ് ദാറ്റ് കപ്പാസിറ്റി ടു ഓർ ദ കറേജ് ടു സേ യെസ്, റൈറ്റ്? ഓക്കെ. ഇന്നോവേറ്ററും ഓൺട്രപ്രണറും രണ്ട് വേർഡ്സ് ആണല്ലേ? രണ്ടും സെയിം ആണോ ഡിഫറെന്റ് ആണോ? സെയിം ആണ് എന്ന് ചിന്തിക്കുന്നവര് അഗെയിൻ ഗിവ് മി എ 1, അതർവൈസ് 0. ഇഫ് ഇന്നോവേറ്റർ ആൻഡ് ഓൺട്രപ്രണർ രണ്ട് വേർഡ്സും സെയിം ആണെന്ന് ചിന്തിക്കുന്നവർ പ്ലീസ് ഗിവ് മി എ 1. രണ്ട് വേർഡും ഡിഫറെന്റ് ആണ് എന്ന് ചിന്തിക്കുന്നവർ പ്ലീസ് ഗിവ് മി എ 0. യെസ്, ഓക്കെ. ഡിഫറെന്റ് ആണ് എന്നുള്ളതിൽ എല്ലാവരും എഗ്രിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, വണ്ടർഫുൾ. സോ എന്താണ് ഇന്നോവേഷൻ എന്നുള്ളത് പറഞ്ഞ് നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. വലിയ കോംപ്ലിക്കേറ്റഡ് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊന്നും അല്ല. എന്തായിരിക്കും ഇന്നോവേഷൻ? ക്യാൻ എനിവൺ അൺമ്യൂട്ട് ആൻഡ് ഷെയർ യുവർ തോട്ട്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവോ എന്താണ് ഇന്നോവേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള മലയാളത്തിൽ സിമ്പിൾ ആയിട്ട്? ഒരു 5ാം ക്ലാസ്സിൽ ഒരു കുട്ടി, അല്ലെ എനിക്കിപ്പോൾ ഒരു 5 വയസ്സാന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ വന്ന് ചോദിക്കുകയാണ്, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി എന്താണ് ഇന്നോവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? അത്രയും സിമ്പിൾ ആയിട്ട് ക്യാൻ എനിവൺ കൺവേ യുവർ തോട്ട്? There is no right answer or wrong. Product yes, Nikhil. Idea To make a product. Eva, please wait. Nikhil, please go on. To make a product to solve a particular problem or a problem solve ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, അതാണ് നിഖിലിന്റെ ഡെഫിനിഷൻ. Then Eva, you were saying something? സർ, ഒരു ഐഡിയ, ഒരു പ്രോബ്ലത്തിന് വേണ്ടി ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണം, ഒരു ഐഡിയ വരണത്. ഒരു പ്രോബ്ലത്തിന്, ഒരു പ്രോബ്ലം, നിലവിലുള്ള ഒരു പ്രോബ്ലത്തിന് വേണ്ടി ഒരു ഐഡിയ വരണം. നിലവിലുള്ള ഒരു പ്രോബ്ലത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഐഡിയ വരണം എന്നാണോ? അല്ല, ഉള്ള പ്രോബ്ലത്തിനെ നോക്കിയിട്ട് ഉള്ള പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ ഒരു ഐഡിയ. ഓക്കെ. Also, like existing ആയിട്ടുള്ള നമ്മുടെ ഒരു സൊല്യൂഷനെ കുറച്ചും കൂടെ നമ്മുടെ ഒരു ബെറ്റർ ലെവലിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് ഇന്നോവേഷൻ എനിക്ക് തോന്നുന്നത്. അപ്ലോസ്. അതാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഡെഫിനിഷൻ, അല്ലെങ്കിൽ അതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതാണ് ഓൾറെഡി ഉള്ള ഒരു സാധനത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് യു ക്യാൻ സിംപ്ലി സേ ദാറ്റ് ഇസ് ഇന്നോവേഷൻ. Okay, so wonderful answer. Your name, I missed your name. Nantita, thank you so much. Nantita, wonderful. Okay, so അടുത്ത you can see 3 pictures on the screen. ഈ പിക്ചേഴ്സിൽ കാണുന്ന പേഴ്സണാലിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ പ്ലീസ് റെസ്പോണ്ട് ഇൻ ദ ചാറ്റ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ആണ്. അഗെയിൻ എന്റെ പ്രസന്റേഷൻ ഇതിന് മുന്നേ ആരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ വണ്ടർ ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ പറയും. Wright brothers, Steve Jobs, and I think third one I'm not sure. Okay, Wright brothers and Steve Jobs, രണ്ടും ശരി ഉത്തരമാണ്. Wonderful. And the first one is Columbus. Wonderful. First one is Columbus. ഗൂഗിൾ ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് എനി ഇമേജ് അല്ലേ? പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റും ആരാണ് ഉള്ളതെന്നുള്ളത്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഫസ്റ്റ് ഇമേജിലുള്ളത് കൊളംബസ് ആണോ അല്ലേ എന്നുള്ളത്. ബിക്കോസ് കൊളംബസിന്റെ ആക്ച്വൽ ഫോട്ടോ അല്ല, ഒരു സ്കെച്ച് ആണോ ഉള്ളത്. അഗെയിൻ ഗൂഗിൾ തന്നെയാണ് പറഞ്ഞു തന്നത് ഇതാണ് കൊളംബസ് എന്ന്. സോ ഐ ഓൾസോ എഗ്രി. സോ ക്രിസ്റ്റഫർ കൊളംബസ്, റൈറ്റ് ബ്രദേഴ്സ് ആൻഡ് സ്റ്റീവ് ജോബ്സ്, 3 പേര് എന്താ ചെയ്തത്? ക്രിസ്റ്റഫർ കൊളംബസ് എന്താ കണ്ടുപിടിച്ചത്? He discovered American way. Okay, ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു. റൈറ്റ് ബ്രദേഴ്സ്?
First Or air plane. Yeah. plane. ഓക്കെ, Motorized എയ്റോപ്ലെയിൻ ഓർ ഫ്ലൈയിങ് മെഷീൻ. ആൻഡ് സ്റ്റീവ് ജോബ്സ് നമുക്കറിയാം ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. സോ 3 പിക്ചേഴ്സിലുള്ള ആൾക്കാർക്ക് കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവർ 3 പേരും കണ്ടുപിടിച്ച ആൾക്കാരാണ് അല്ലെ. അമേരിക്ക കണ്ടുപിടിച്ചു, ഫ്ലൈയിങ് മെഷീൻ കണ്ടുപിടിച്ചു, ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടിച്ചു എന്നുള്ളതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോഴേക്കും അഗൈൻ യു വിൽ ഗെറ്റ് ഡിഫറെന്റ് വേർഡ്സ്. ക്രിസ്റ്റഫർ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ, ഇൻവെന്റഡ് എന്ന് പറയില്ല അല്ലെ. റൈറ്റ് ബ്രദേഴ്സ് ഇൻവെന്റഡ് ഫ്ലൈയിങ് മെഷീൻ എന്നാണ് പറയുന്നത്, ശരിയല്ലേ? ഡിസ്കവേർഡ് എന്നല്ല പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇപ്പൊ So നമ്മളിവിടെ discovered means like something already ഉള്ളത് നമ്മള് വണ്ടർഫുൾ yeah Wonderful. we go to it, and invented means something that we have created that has no existence before, that we just created right now. absolutely Discovering is absolutely finding out which is already there. very very correct. സോ ക്രിസ്റ്റഫർ കൊളംബസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന അമേരിക്കയെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇതാണ് അമേരിക്ക അല്ലെ. ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് ഒരു എക്സ്പ്ലോറർ ആണ് അദ്ദേഹം. ആൻഡ് ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് എ റെവലേഷൻ ദാറ്റ് ഹി ബ്രോട്ട് ഇൻ, റൈറ്റ്. അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു സാധനമല്ല. ആൻഡ് റൈറ്റ് ബ്രദേഴ്സ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ ഫിനോമിനൻസിന്റെ എല്ലാത്തിന്റെയും ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ദേ ക്രിയേറ്റഡ് സംതിങ് ന്യൂ അല്ലെ. അതിനെയാണ് നമ്മൾ ഇൻവെൻഷൻ എന്ന് പറയുന്നത്. സോ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെ നമുക്ക് ഇന്നോവേഷൻ എന്ന് പറയാൻ പറ്റില്ല. മേ ബി ദാറ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് അണ്ടർ ഇൻവെൻഷൻ ഇഫ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ന്യൂ. ആൻഡ് വാട്ട് സ്റ്റീവ് ജോബ്സ് ഡിഡ് ഓർ വാട്ട് സ്റ്റീവ് ജോബ്സ് ഹാവ് ബീൻ ഡൂയിങ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഇസ് ഇന്നോവേഷൻ എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അല്ലെ. എത്ര പ്രോഡക്ട്സ് അദ്ദേഹം ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്നോവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു പ്രസന്റേഷൻ നടന്നു കഴിഞ്ഞാൽ most of the presentations will have his face as an icon, right? So അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എങ്ങനെ സ്റ്റീവ് ജോബ്സ് എത്തപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി ഇന്നോവേഷൻ ഫാക്ടർ. അഗൈൻ അതിനകത്ത് മറ്റൊരു സൈഡ് ഉണ്ട്. വി ഓഫൺ മിത്തോളജൈസ് സ്റ്റീവ് ജോബ്സ് ടു ബി ദ ലോൺ ക്രിയേറ്റർ ഓഫ് ആപ്പിൾ, ബട്ട് ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന്റെ കൂടെ ഒരു എക്സലന്റ് ക്വാളിറ്റി ടീം ഓഫ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ വേൾഡ് ക്ലാസ് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു, പ്രോഡക്റ്റ് ഡിസൈനേഴ്സ് ഉണ്ടായിരുന്നു, ക്രിയേറ്റീവ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും സ്റ്റിൽ സ്റ്റീവ് ജോബ്സിനെയാണ് നമ്മൾ ആ ഒരു ഫേസ് ഓഫ് ദി ആപ്പിൾ എന്നുള്ള രീതിയിൽ നോക്കി കാണുന്നത്, വിച്ച് ഇസ് എ മിത്ത് അഗെയിൻ. ട്രൂത്ത് ബി ടോൾഡ്, ഹി ഈസ് എൻ എക്സലന്റ് മാർക്കറ്റിംഗ് പേഴ്സൺ വിത്ത് എ റിമാർക്കബിൾ സ്കിൽ ഇൻ എസ്തെറ്റിക്സ് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ആബ്സല്യൂട്ട് സ്കിൽ എന്ന് പറയുന്നത്. വണ്ടർഫുൾ മാർക്കറ്റിംഗ് പേഴ്സണൽ വിത്ത് വണ്ടർഫുൾ സെൻസ് ഓഫ് എസ്തെറ്റിക്സ്. ഇതാണ് സ്റ്റീവ് ജോബ്സിന്റെ കഥകൾ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ആദ്യത്തെ ഒരു ഐഫോണിന്റെ മോഡൽ കിട്ടിയപ്പോഴേക്ക് ഹി വെന്റ് ഓൺ ടു പുട്ട് ഇറ്റ് ഇൻടു ദി അക്വേറിയം, വെള്ളത്തിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. ആൻഡ് അതിനകത്തുനിന്ന് ബബിൾസ്, എയർ ബബിൾസ് വരുന്ന കണ്ടിട്ട് ഹി ഡിമാൻഡഡ് ഹിസ് എഞ്ചിനീയേഴ്സ് ദാറ്റ്, ഓർ ഹി സെഡ് ടു ഹിസ് എഞ്ചിനീയേഴ്സ് ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് മൈ കസ്റ്റമേഴ്സ് ടു പേ ഫോർ ഫ്രീ സ്പേസ്, വിച്ച് മീൻസ് അത്രയും ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം ഡിസൈൻ എന്നുള്ളതാണ് ഇദ്ദേഹം കൺവേ ചെയ്യുന്നത്. സോ ഇതുപോലത്തെ ഒരുപാട് സ്റ്റോറീസ് നിങ്ങൾക്ക് സ്റ്റീവ് ജോബ്സിനെ പറ്റി കേൾക്കാൻ കഴിയും. അഗെയിൻ റൈറ്റ് ബ്രദേഴ്സിന്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ അമേസിംഗ് ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. വി നോ ദാറ്റ് ദെയർ ബാക്ക്ഗ്രൗണ്ട് അവർ ബൈസൈക്കിൾ മെക്കാനിക്സ് ആണ് എന്നുള്ളത് അറിയാം. പക്ഷേ ബൈസൈക്കിൾ മെക്കാനിക്സ് ആയിരുന്നെങ്കിലും ദേ വെയർ വെരി കീൻ ലേണേഴ്സ്. അവരുടെ ഒരു വിഗർ ഫോർ ലേണിംഗ് ന്യൂ തിങ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല നമ്മൾ മറ്റേതൊരു സൈഡിൽ പഠിച്ചു കഴിഞ്ഞാലും ഇതുപോലെ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ലെവലിൽ. കിറ്റി ഹോക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ അവരുടെ ഫ്ലൈയിങ് എക്സ്പെരിമെന്റേഷൻസ് ആദ്യമായിട്ട് നടത്തി നോക്കുന്നത്. ആൻഡ് വൈൽ ഡൂയിങ് ദ റിസർച്ച് അവരുടെ ടീമിൽ ഒരാൾക്ക് പോലും പ്രോപ്പർ കോളേജ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. ബട്ട് ദർ ഇസ് ദിസ് വൺ ഡോക്യുമെന്റ് ദാറ്റ് സേസ് വിൽബർ റൈറ്റ് ഓർ ഓർവിൽ റൈറ്റ് റൈറ്റിംഗ് ടു almost every library in the world asking for research papers or any studies that is being done in connection with air or aircraft or flying of the birds or any flying related research. Please share that document. So അവർ ഇങ്ങനെ ഒരു ലെറ്റർ ലോകത്തിലെ എല്ലാ ലൈബ്രറികളിലേക്കും അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ വെർ ഓൾസോ വെരി കീൻ നോട്ട് ടു ടെസ്റ്റ് ദി ഡിവൈസ് ടുഗദർ. രണ്ടുപേരും കൂടി ഒന്നിച്ച് ഫ്ലൈയിങ് മെഷീനിൽ കയറി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് റിമെയിൻ ടു കണ്ടിന്യൂ ദ വർക്ക് ഫോർവേഡ് എന്ന് പറയുന്ന രീതിയിൽ അമേസിംഗ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. അവർ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ഫ്ലൈയിങ് മെഷീൻ അല്ല. ഇതൊക്കെ ഒരു മിത്താണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ബൈസൈക്കിൾ മെക്കാനിക്സ് ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് ടെറസിന്റെ മേളിൽ നിർത്തി ചാടി ഇതേ പറക്കാൻ പറ്റി എന്ന് പറയുന്ന ഒരു മോഡലല്ല അത് കാണേണ്ടത്. ദേ വെയർ സോളിഡ് ലേണേഴ്സ്. അഗെയിൻ സ്റ്റീവ് ജോബ്സിന്റെ കേസ് പറയുമ്പോഴും നമ്മൾ ഒരുപാട് തവണ പറയും സ്റ്റീവ് ജോബ്സ് കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ് ആൻഡ് ഹി വെന്റ് ഓൺ ടു ബിക്കം സക്സസ്ഫുൾ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഓൾറെഡി നിങ്ങളുടെ IDC ലെവലിൽ തന്നെ ബസ്റ്റഡ് ആയി മാറിക്കഴിഞ്ഞിട്ടുള്ള മിത്തായിരിക്കും.
dropping out of college was not the only thing which Steve Jobs did. അദ്ദേഹം ചെയ്ത ഒരേ ഒരു കാര്യം കോളേജ് ഡ്രോപ്പ് ഔട്ട് ആവുക എന്നുള്ളതല്ല. സോ അത് ഒരിക്കലും സക്സസ്ഫുൾ ആകാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് വരുന്ന ഒരു സാധനമായിട്ട് കാണുകയും ചെയ്യരുത്. നമ്മൾ എന്ത് പഠിക്കുന്നു, എവിടെ നിൽക്കുന്നു ഉണ്ടെങ്കിലും യു ഹാവ് ടു ബി എ വെരി സീരിയസ് ആൻഡ് തറോ ലേണർ എന്നുള്ളതാണ് ഈ എല്ലാ ഇൻവെൻഷൻസും പറയുന്നത്. നമ്മുടെ പോയിന്റ് അതൊന്നുമല്ല, നമ്മൾ പറഞ്ഞത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെൻഷൻ, ഇന്നോവേഷൻ ആൻഡ് ഡിസ്കവറി എന്നുള്ളതായിരുന്നു. സോ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നിനെ കണ്ടെത്തുന്നതിനെ ഡിസ്കവറി എന്നും, പുതുതായിട്ടൊരെണ്ണത്തിനെ കണ്ടെത്തുന്നതിനെ ഇൻവെൻഷൻ എന്നും, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനെ വീണ്ടും ഇംപ്രൂവ് ചെയ്യുന്നതിനെ, ഇംപ്രവൈസ് ചെയ്യുന്നതിനെ, മോഡിഫൈ ചെയ്യുന്നതിനെ യു ക്യാൻ കോൾ ഇറ്റ് ആസ് ഇന്നോവേഷൻ എന്നുള്ളതുമാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ പറയുന്നത്. സോ എന്താണ് ഇന്നോവേഷൻ എന്ന് സ്ട്രക്ചറലി ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഇസ് വൺ ഡെഫിനിഷൻ വിച്ച് ഐ കൻ ഗീവ്. ദിസ് ഇസ് ഫ്രം എ ബുക്ക് ബൈ ദ നെയിം ഡിസിപ്ലിൻഡ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഉള്ള ഒരു ഡെഫിനിഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദ ബുക്ക് വാസ് റിട്ടൺ ബൈ ബിൽ ഓലെറ്റ് എന്ന് പറയുന്ന ഓതറിന്റെ ആണ്. ബിൽ ഓലെറ്റ് എന്ന് പറയുന്നത് അഗൈൻ MIT സെന്റർ ഫോർ ഇന്നോവേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ്, മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഓൺടർപ്രണർഷിപ്പ് സെന്ററിന്റെ ഫോർമർ ഡയറക്ടർ ആയിരുന്ന ബിൽ ഓലെറ്റിന്റെ പുസ്തകത്തിലെ ഡെഫിനിഷൻ ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. സോറി, ബിൽ ഓലെറ്റിന്റെ ഡെഫിനിഷൻ അല്ല നിങ്ങൾ ഇവിടെ കാണുന്നത്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ഡെഫിനിഷൻ ആണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ പ്രെഡിസസർ, അദ്ദേഹത്തിന്റെ ഗുരു ആയിരുന്ന എഡ് റോബർട്ട്സ് എങ്ങനെയാണ് ഇന്നോവേഷൻ ഡിഫൈൻ ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. സോ ഹി ഡിഫൈൻഡ് ഇന്നോവേഷൻ ആസ് ദി സം ഓഫ് ഇൻവെൻഷൻ ആൻഡ് കമേഴ്ഷ്യലൈസേഷൻ. സോ ദർ ഷുഡ് ബി സം ഇൻവെൻഷൻ ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ദർ ഷുഡ് ബി സം കമേഴ്ഷ്യലൈസേഷൻ. കമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുമ്പം അഗൈൻ കാശ് ഉണ്ടാക്കുന്നതാണ് കമേഴ്ഷ്യലൈസേഷൻ എന്ന് പൂർണ്ണമായിട്ട് അങ്ങ് വിചാരിക്കേണ്ട. നമ്മൾ പൊതുവെ മലയാളികൾക്കുള്ള ഒരു തോട്ടാണ് കാശ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് കാര്യമല്ല എന്ന് പറയുന്ന ഒരു ഫീൽ. അഗെയിൻ ഈ കഴിഞ്ഞ ഞാൻ പറഞ്ഞു കുറെ അധികം ഐഡിയാസ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് പല ഐഡിയാസിലും ഹൗ ഡു യു മേക്ക് മണി ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, സാർ നമ്മളിത് കാശിന് വേണ്ടി അല്ല ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോഷ്യൽ കാര്യം ഇതെല്ലാം ഭയങ്കര അടിപൊളിയാണ്, സംഭവമാണ്. പക്ഷെ സ്റ്റിൽ അതിന് ചുറ്റിപ്പറ്റി ഒരു കമേഴ്ഷ്യൽ മോഡൽ വേണം എന്ന് ഉള്ളത് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ ഈ ഒരു പോയിന്റിൽ കമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്നതിനെ നിങ്ങൾ മണി മേക്കിംഗ് ആയിട്ട് കാണേണ്ട, പോപ്പുലറൈസേഷൻ എന്ന് മാത്രം കണ്ടാൽ മതി. അതായത് നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നു, ആ സാധനത്തിന് ഒരു പോപ്പുലറൈസേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് പബ്ലിക്കിന് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ കാറ്റഗറൈസ് ഇറ്റ് ആസ് ഇന്നോവേഷൻ എന്നുള്ള രീതിയിൽ പറയാം. സോ ഇന്നോവേഷൻ ഈസ് ഈക്വൽ ടു ഇൻവെൻഷൻ പ്ലസ് കമേഴ്ഷ്യലൈസേഷൻ, ഓർ ഐ കൻ യൂസ് കമേഴ്ഷ്യലൈസേഷൻ ആൻഡ് പോപ്പുലറൈസേഷൻ സിനോണിമസ്ലി ത്രൂ ഔട്ട് ദ പ്രസന്റേഷൻ. ഇത്രേ ഉള്ളൂ ഇൻ എ നട്ട്ഷെൽ. നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും ഇന്നോവേഷൻ ആകുന്നില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവുകയാണ്, മറ്റൊരു വ്യക്തി അത് യൂസ് ചെയ്ത് അതിന്റെ ആ യൂട്ടിലിറ്റിയെ കൺസ്യൂം ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് ഇന്നോവേഷൻ ആകുന്നുള്ളൂ എന്നുള്ളതാണ് എഡ് റോബർട്ട്സ് ഡിഫൈൻ ചെയ്തത്. എഡ് റോബർട്ട്സിന്റെ ഈ ഡെഫിനിഷനെ ബിൽ ഓലെറ്റ്, അദ്ദേഹത്തിന്റെ സക്സസറായ ബിൽ ഓലെറ്റ്, ചെറുതായിട്ടൊരു ചേഞ്ച് കൊണ്ടുവന്നു. എന്താണ് അദ്ദേഹം കൊണ്ടുവന്ന ചേഞ്ച്? ഹി സിംപ്ലി റീപ്ലേസ്ഡ് അഡിഷൻ അല്ലെങ്കിൽ സമ്മേഷൻ എന്നുള്ളതിന് പകരം പ്രോഡക്റ്റ് ആയിട്ട് മാറ്റി. സോ അഡിഷൻ മാറി പ്രൊഡക്റ്റ് ആകുമ്പോൾ എന്താണ് വരുന്ന ചേഞ്ച്? വി ഡെഫിനറ്റ്ലി നോ, നമ്മളാണ് സീറോ കണ്ടുപിടിച്ച ആൾക്കാരല്ലേ, ഇന്ത്യൻസ്. സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സീറോ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ദി എൻറ്റയർ വാല്യൂ ഓഫ് ഇന്നോവേഷൻ ബിക്കംസ് സീറോ. സോ വിച്ച് മീൻസ് യു ഹാവ് എൻ ഇൻവെൻഷൻ, ബട്ട് ഇഫ് ഇറ്റ്സ് പോപ്പുലാരിറ്റി ഈസ് സീറോ. നമ്മളൊരു സാധനം കണ്ടെത്തി വീട്ടിന്റെ അലമാരയിൽ പൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരും ഉപയോഗിക്കുന്നില്ല, അല്ലെ? അല്ലെ നമ്മളൊരു ഇൻവെൻഷൻ ഉണ്ടാക്കിയിട്ട് അത് ഒരു പബ്ലിക് യൂസിന് വേണ്ടി നമ്മൾ കൊടുത്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചൊരു ബിഗർ സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രോജക്ട്സ് ചെയ്ത് ഫൈനൽ ഇയർ ആയിട്ട് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പ്രോജക്റ്റ് ഒരു റിപ്പോർട്ട് മാത്രമായിട്ട് കോളേജിൽ റിമെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എൻ ഇന്നോവേഷൻ. അത്രേ ഉള്ളൂ. Okay, so if the commercialization is zero in this case, then the entire value of innovation becomes zero. In the previous case, commercialization zero ആയി കഴിഞ്ഞാൽ you can say innovation equals invention, right? ഇവിടെ entire value will become zero. So ഇത്രേ ഉള്ളൂ പോയിന്റ്. നമ്മൾ എന്ത് സാധനം ചെയ്യുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും we are in that very privileged category of adults, I must say. Maybe ഒരു less than 1% അല്ലെങ്കിൽ 0.1% of that population who are lucky enough to get into an engineering college to grab engineering education. സോ അങ്ങനെയുള്ളൊരു പൊസിഷനിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് സാധനം ചെയ്യുന്നുണ്ടെങ്കിലും അതിന് അൾട്ടിമേറ്റ്ലി കറങ്ങിത്തിരിഞ്ഞ് സാധാരണക്കാരന്റെ ടാക്സ് എമൗണ്ട് ഉൾപ്പെടെ നമ്മളിലേക്ക് ഇൻവെസ്റ്റഡ് ആകുന്നുണ്ട് ത്രൂ സെവറൽ ചാനൽസ്. സോ ആ ഒരു റെസ്പോൺസിബിലിറ്റി
നമ്മളും തിരിച്ച് അങ്ങോട്ടേക്ക് വെക്കണം. വിച്ച് മീൻസ് നമ്മൾ ചെയ്യുന്ന എന്ത് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിലും ആസ് എഞ്ചിനീയേഴ്സ് നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വി ആർ എക്സ്പെക്ടഡ് ടു സോൾവ് പ്രോബ്ലംസ്. ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാകണം എന്നുള്ളത് മാത്രം ചിന്തിക്കുക. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പോയിന്റ് വിച്ച് ഐ ഹാവ് ടു മേക്ക്. ഇൻവെൻഷനും ഇന്നോവേഷനും തമ്മിലുള്ള വ്യത്യാസം സുന്ദരമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണിത്. ദാറ്റ് ഈസ് ദി ഇൻവെൻഷൻ ഓഫ് മൗസ് കണ്ടെത്തിയ സ്റ്റോറി. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സ്റ്റിൽ ഐ വിൽ മെൻഷൻ ദാറ്റ് നമ്മൾ ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൗസിന്റെ ഇനിഷ്യൽ വേർഷൻസ്, ആദ്യത്തെ വേർഷൻസ് കണ്ടെത്തിയത് ഡഗ്ലസ് എംഗൽബാർട്ട് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ഹി വാസ് വർക്കിംഗ് വിത്ത് സെറോക്സ് എന്ന് പറയുന്ന കമ്പനിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ദാറ്റ് വാസ് വൺ ഓഫ് ദി ഇനിഷ്യൽ വേർഷൻസ് ഓഫ് ദി മൗസ് വിച്ച് വി യൂസ് ടുഡേ. And they had no commercial model for the product. Later, when Steve Jobs visited Xerox, he found this thing to be very interesting. And അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ സ്റ്റീവ് ജോബ്സ് ഇതിനെ മാക്കിൻടോഷിലേക്ക് ആഡ് ചെയ്യുന്നതും. ആൻഡ് ദാറ്റ് ഇസ് ഹൗ മൗസ് ബിക്കെയിം ഒരു മെയിൻ സ്ട്രീം പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നതും അങ്ങനെയാണ്. സോ ഇവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ദി ആക്ച്വൽ ഇൻവെൻഷൻ, കണ്ടെത്തൽ നടന്നത് സെറോക്സ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. വേറാസ് അതിന്റെ ഒരു കമേഴ്ഷ്യൽ പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്തത് ആപ്പിളിലാണ്, അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സ് ആണ് എന്നുള്ളത് നമുക്ക് പറയാം. ആൻഡ് ദാറ്റ് ഇസ് വൈ ദിസ് മാൻ ഇസ് സെഡ് ടു ബി എ ജീനിയസ്. അതുകൊണ്ടാണ് സ്റ്റീവ് ജോബ്സ് ഇത്രയും സെലിബ്രേറ്റഡ് ആകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ അഗെയിൻ അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹി വാസ് സറൗണ്ടഡ് ബൈ ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്, ബട്ട് സ്റ്റിൽ ഡ്യൂറിങ് എ പ്രോഡക്റ്റ് ലോഞ്ച് ഇദ്ദേഹം ആ ഒരു പ്രോസസ്സ് വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. സ്വന്തമായിട്ട് തന്നെയാണ് അദ്ദേഹം പ്രോഡക്റ്റ് ലോഞ്ചുകളെല്ലാം ചെയ്തിരുന്നത്, അല്ലേ? അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻസ് കണ്ടു കഴിഞ്ഞാൽ യു മൈറ്റ് നോ, വളരെ ക്ലാരിറ്റി ഉള്ള ബിഗ് പിക്ചേഴ്സോ അല്ലെങ്കിൽ നമ്പേഴ്സോ മാത്രമേ കാണത്തുള്ളൂ. യു വിൽ നോട്ട് സീ, നമ്മൾ ഈ നോർമലി നമ്മൾ സെമിനാർ ഒക്കെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കാറ്റ് പോലും കടന്നു വരാത്ത രീതിയിൽ എല്ലാ സെന്റൻസസ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് അത് നോക്കി അങ്ങ് വായിക്കും, ഇല്ലേ? ഒരിക്കലും ഒരു പ്രൊഫഷണൽ പ്രസന്റേഷനിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രസന്റേഷനിലൊന്നും കാണാനേ പറ്റത്തില്ല. ഇപ്പം പ്രോഡക്റ്റ് വാസ് യൂസ്ഡ് ബൈ 3 million പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ലൈഡിൽ ആകെ 3 എന്ന് പറയുന്ന ഒരൊറ്റ ഡിജിറ്റ് മാത്രമേ കാണുള്ളൂ. എ ഹ്യൂജ് 3 million എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. സോ അഗെയിൻ അദ്ദേഹത്തിന്റെ ഐപോഡ് നാനോയുടെ ലോഞ്ച് ഒന്ന് എടുത്ത് കണ്ടുപോകണം കേട്ടോ. ഭയങ്കര ഒരു അമേസിംഗ് വീഡിയോ ആണ് ഐപോഡ് നാനോ പ്രോഡക്റ്റ് ലോഞ്ച്. അതിനകത്ത് ഐപോഡ് നാനോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ദർ ഓൾറെഡി എക്സിസ്റ്റ് എ പ്രോഡക്റ്റ് ബൈ ദ നെയിം ഐപോഡ് മിനി ഇൻ ദ മാർക്കറ്റ്. ഐപോഡ് മിനി ഓൾറെഡി വളരെ പോപ്പുലർ ആയിട്ട് മാർക്കറ്റിൽ ആളുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഐപോഡ് നാനോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത്. എന്താണ് ഐപോഡ് നാനോയുടെ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റി, നമ്പർ ഓഫ് സോങ്സ്, ഇതിന്റെ കാര്യത്തിനകത്ത് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഓൺലി ഡിഫറൻസസ് സൈസ് ചെറുതാണെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിന് എങ്ങനെയാണ് ആളുകൾ മേടിക്കാൻ പോകുന്നത്? സൈസ് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ ഉള്ള ഒരു പ്രോഡക്റ്റിനെ ഒബ്സൊലീറ്റ് ആക്കിക്കൊണ്ട് ഒരു പുതിയ പ്രോഡക്റ്റ് എങ്ങനെ മേടിക്കണം? ഇദ്ദേഹം പ്രസന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് മെൻഷനിങ് അബൌട്ട് ദി പോസിറ്റീവ്സ് ഓഫ് ഐപോഡ് മിനി. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും സാധനങ്ങളും ആ പ്രോഡക്റ്റ് നിങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റ് ക്യാൻ സ്റ്റോർ ദീസ് മെനി സോങ്സ്, ദീസ് മെനി, ഇതാണ് അതിന്റെ ക്വാളിറ്റി, വിച്ച് ക്യാൻ ബി കെപ്റ്റ് ഇൻ യുവർ ജീൻസ് പോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് ദ ക്യാമറ ഈസ് ഗെറ്റിംഗ് സൂംഡ് ടു ഹിസ് ബേസ് ലൈൻ. ഓക്കെ, നമുക്കറിയാം അദ്ദേഹം എപ്പോഴും ഈ ഒരു അറ്റയർ ആണ്, അതിൽ ഒരു ബ്ലാക്ക് ടീഷർട്ടും ബ്ലൂ ജീൻസും ആണ് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം വേഷം. സോ പോക്കറ്റിലേക്ക് സൂം ചെയ്യുന്നുണ്ട്. അപ്പോ വേസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മെയിൻ പോക്കറ്റിൽ കൈയിട്ട് ഐപോഡ് മിനി ക്യാൻ ബി കെപ്റ്റ് ദെയർ എന്ന് പറഞ്ഞിട്ട് ഹാവ് യു നോട്ടീസ് ദ സ്മോൾ പോക്കറ്റ് നിയർ ദിസ് പോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ചെറിയ പോക്കറ്റിനകത്തുനിന്ന് അദ്ദേഹം ഐപോഡ് നാനോ ആദ്യമായിട്ട് റിവീൽ ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് എ മാജിക് മൊമെന്റ്. ആ ഒരു മൊമെന്റിൽ ആളുകളൊക്കെ വാവ്, ദിസ് ഇസ് സംതിങ് അമേസിങ് എന്ന് പറയുന്ന ഒരു ഫീലിംഗിലേക്ക് വരികയും ആൻഡ് ഐ വോണ്ട് ടു ബൈ ദിസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ആ പോയിന്റിൽ തന്നെ അവരിലേക്ക് ആ ഒരു കണക്ട് ഫോം ചെയ്യുവാണ്. ഇങ്ങനെയാണ് ആ പ്രോഡക്റ്റ് സക്സസ് ആയി പോകുന്നത്. കാരണം നമ്മൾ തന്നെ ആലോചിക്കും, ലോജിക്കലി നമ്മൾ മലയാളികളെ പോലെ ഒരു സാധനം ഇത്രയും ക്രിട്ടിക്കൽ അനാലിസിസിന് ശേഷം മേടിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. സ്റ്റിൽ നമ്മുടെ ഇവിടെ നിന്ന് സക്സസ്ഫുൾ ആയി ഇറങ്ങുന്ന അല്ലെങ്കിൽ ജോലി കിട്ടി ഇറങ്ങുന്ന സ്റ്റുഡൻസ് തിരിച്ച് പാസ് ഔട്ടായി ജോലി കിട്ടി ഒരു 3-4 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും കയ്യിൽ ഐഫോൺ കാണും, അല്ലേ? ബിക്കോസ് ദേ വോണ്ട് ടു ഷോ ദാറ്റ് ദേ റെപ്രസെന്റ് സംതിങ്, അല്ലെ? അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന സാധനം എന്താണ്? അതിന്റെ ലോഗോ തന്നെയാണ്, അല്ലെ? സോ ആ ലോഗോ ഈസ് എ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഒരിക്കലും ഒരു ഐഫോണിന്റെ ഫോൺ മേടിച്ചിട്ട് ലോഗോയുടെ ബാക്കിൽ സൂപ്പർമാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കില്ല, അല്ലെ? ബിക്കോസ് വി വോണ്ട് പീപ്പിൾ ടു സീ ദാറ്റ് ലോഗോ ആൻഡ് റീഡ് സംതിങ് അബൌട്ട് അസ്. നമ്മൾ എന്താണ് എന്നുള്ളത് കാണിക്കുക എന്ന് പറയുന്നത്
വളരെ ആ ലെവലില് ചെയ്യാനായിട്ട് ആപ്പിളിനെ പറ്റി ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ടല്ലേ, അതിന്റെ കോസ്റ്റ്ലി ആണ്, പല പല കാര്യങ്ങൾ, ഇതെല്ലാം പ്രൈവസി ഒക്കെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുമ്പോൾ ഒരുപാട് ക്രിറ്റിസിസംസ് നമ്മൾ പറയുന്നുണ്ട്. യെറ്റ് ദേ ഹാവ് ഫോംഡ് ദിസ് സോളിഡ് കണക്ട് വിത്ത് ഇറ്റ്സ് ഓഡിയൻസ്. ഒരു ആപ്പിളിന്റെ ആ ഒരു വിശ്വാസ്യതയാണ് അവർ മാർക്കറ്റിൽ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ആപ്പിൾ നാളെ വന്നിട്ട് പച്ചക്കറി ഇറക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിൽ ബി ഹാപ്പി ടു ബൈ, റൈറ്റ്? സോ അത് ഈ ഒരു കമ്മ്യൂണിക്കേഷനകത്ത് വരുന്ന ആ ഒരു സ്റ്റൈലിനകത്ത് വരുന്ന ഒരു എന്താ പറയുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഇന്നോവേഷൻ ആൻഡ് ഇൻവെൻഷൻ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മെൻഷൻ ചെയ്തു വന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇന്നോവേഷൻ. ഇനി ഓൺട്രപ്രണർഷിപ്പിലേക്ക് നമുക്ക് വരാം. എന്താണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരാണ് ഓൺട്രപ്രണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഗെയിൻ വൺ ഓഫ് ദി സിംപ്ലസ്റ്റ് ഡെഫിനിഷൻസ്. എനിക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ കേൾക്കുന്നതും അറിയുന്നതുമാണ് താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. എന്നെക്കാളും വളരെ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ വളരെ നോളജബിൾ ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞറിയാൻ കഴിയുള്ള അധ്യാപകർ നിങ്ങൾക്ക് ഉണ്ട്. ടൈറ്റസ് സാറൊക്കെ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഒരുപാട് വർഷമായിട്ട് ഈ ഒരു സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു സർക്കിളിൽ കണ്ട് പരിചയപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു ഫ്രണ്ട് സർക്കിളാണ് നമ്മുടേത്. സോ എൻ്റെ എക്സ്പ്ലനേഷൻസ് എല്ലാം വളരെ എന്താ പറയുന്നത്, ഞാൻ ചിലപ്പോൾ ചെറുപ്പമായോണ്ടായിരിക്കാം, വളരെ ചെറുതായിരിക്കും. ഓക്കെ, അപ്പോ ഓൺട്രപ്രണറിനെ പറ്റി അല്ലെങ്കിൽ ഹൂ ഈസ് ആൻ ഓൺട്രപ്രണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെഫിനേഷൻ, ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന് പറയുന്ന ഫിലിം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിനകത്ത് ശ്രീദേവി രഹസ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നതിൻ്റെ അവിടെ ദ ടീച്ചർ ഇസ് ആസ്കിങ്, ഓരോരുത്തരും അവരവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോഴേക്കും ഷീ ഈസ് സെയിങ് ലൈക്ക് ഐ മേക്ക് ലഡൂസ്, മേക്കിംഗ്, സെല്ലിംഗ്, മേക്കിംഗ്, സെല്ലിംഗ്. അപ്പൊ ഈ സാറ് പറയുന്നുണ്ട്, ഓ വി ഹാവ് ആൻ ഓൺട്രപ്രണർ ഇൻ ദിസ് ക്ലാസ്. അപ്പൊ ഈ വാക്ക് കേൾക്കുന്ന ഉടൻ എല്ലാവരും അതിശയപ്പെട്ടിരിക്കുകയാണ്. ആൻഡ് ഹി ഈസ് റൈറ്റിംഗ് ദിസ് വേർഡ്, ദാറ്റ് ലോങ് വേർഡ്. സ്പെല്ലിംഗ് തന്നെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകില്ല ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. സോ ആ വേർഡ് എഴുതിയിട്ട് ഹി ഈസ് എക്സ്പ്ലെയിനിങ് ദാറ്റ് ഓൺട്രപ്രണർ ഇസ് എ പേഴ്സൺ ഹു ഓൺസ് ഹിസ് ഓർ ഹെർ ഓൺ ബിസിനസ്. ദാറ്റ് ഇസ് ദി സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ. അതിനേക്കാളും സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുകൊണ്ട് ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുന്നതെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സ്വന്തമായിട്ട് ഒരു ടെക്നോളജി ബിസിനസ് നടത്തുന്നതെന്ന് പറയണം. ബിക്കോസ് വി ആർ ടെക്നോളജി പീപ്പിൾ അല്ലേ? നമ്മളൊരു ടെക്നോളജി സ്ഥാപനത്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ നാളെ ഇപ്പം നിങ്ങൾ IDC വന്നിട്ട് പറയണം, സാർ ഞാനൊരു 250 കോഴിയെ മേടിച്ച് കോഴി കച്ചവടം തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് cannot be allowed inside the campus. ഓക്കെ, പകരം if you are taking aid of any technological products, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ടെക്നോളജി സോർട്ട് ഓഫ് കണക്ട് നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈവൻ ചിലപ്പം കോഴി കച്ചവടം പോസിബിൾ ആകാം. ഓക്കെ, എനിക്കറിയില്ല സാർ എന്നെ എന്ത് പറയുന്നുള്ളത്. ബട്ട് അഗെയിൻ ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ ആ ഒരു കമേഴ്ഷ്യൽ ആംഗിൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നു, ചന്ദനത്തിരി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പ്രോഡക്ട്സ് കൊണ്ടുവരാൻ നമ്മൾ ട്രൈ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, അപ്പോൾ നോർമൽ ഓൺട്രപ്രണർ എന്ന് പറയുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ നമുക്കിതെല്ലാം പറയാം. പക്ഷെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്ന വേർഡ് ഈ ഓൺട്രപ്രണർ എന്നുള്ളതിന് പകരം ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? ഓൺട്രപ്രണർഷിപ്പും സ്റ്റാർട്ടപ്പ് സെയിം ആണോ? വാട്ട് ഡു യു തിങ്ക്? വാട്ട് ഇസ് യുവർ തോട്ട്? Those who believe that they are same, please give me a 1 again. Entrepreneurship and startup different ആണെന്നുണ്ടെങ്കിൽ 0, same ആണെന്നുണ്ടെങ്കിൽ 1. Yes, everybody is saying it's different. Okay, thank you so much. Sri Parvati, Nia, Mubina, Nikhil, Penil, thank you so much. Aisha, thank you. Okay, ദീപക്, മെൽവിൻ, താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സ്ട്രക്ചർ ആയിട്ടുള്ളൊരു വ്യത്യാസമൊന്നും ആരും ഇതുവരെ അങ്ങനെ കുറിച്ച് വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുന്നത് ഒരു ഫീസിബിലിറ്റി ആംഗിളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു നോൺ ടെക്നോളജിക്കൽ ബിസിനസ്, ലെറ്റ്സ് സേ ഒരു ചായക്കട. നമ്മുടെ കോളേജിന്റെ ഫ്രണ്ടിൽ ഒരു ചേട്ടൻ ഒരു ചായക്കട തുടങ്ങി. അപ്പൊ ഈ ചായക്കടക്കാരനെ നമുക്ക് ഓൺട്രപ്രണർ എന്ന് വിളിക്കാം. കാരണം എന്താ? അദ്ദേഹം സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നു, അദ്ദേഹത്തിന്റെ വർക്കിംഗ് അവേഴ്സ് ഡിസൈഡ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്, അതുപോലെ അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ ബോസ് അല്ലെ? സോ ഡെഫിനറ്റ്ലി ഹി ഈസ് എൻ ഓൺട്രപ്രണർ. പക്ഷെ അതൊരു സംരംഭമായിട്ട് തന്നെ നിൽക്കുകയാണ്. അതിന്റെ ഒരു ഗ്രോത്ത് ആസ്പെക്ട്സോ കാര്യങ്ങളോ പറ്റി നമ്മൾ എപ്പോഴാണോ ചിന്തിക്കുന്നത് അപ്പോഴാണ് അതിനെ ഒരു സ്റ്റാർട്ടപ്പ് ആംഗിളിലേക്ക് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. പോൾ ഗ്രഹാം എന്ന് പറയുന്ന
വൈ കോമ്പിനേറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വൈ കോമ്പിനേറ്റർ എന്ന് പറയുന്ന ഒരു ആക്സിലറേറ്റർ ഉണ്ട് വിച്ച് സപ്പോർട്ട്സ് വെഞ്ചേഴ്സ്. ഡെഫിനറ്റ്ലി സെർച്ച് ചെയ്ത് നോക്കുക. വൈ കോമ്പിനേറ്ററിന്റെ വൺ ഓഫ് ദി ഇനീഷ്യൽ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി ആയിരുന്ന പോൾ ഗ്രഹാം, അദ്ദേഹം എഴുതിയിട്ടുള്ള കുറെ അധികം എസ്സേസ് ഉണ്ട് വിച്ച് ഇസ് അവൈലബിൾ ഓൺലൈൻ ആൻഡ് ഫ്രീ. വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ വെരി ഇൻ ഡെപ്ത് നോളജ് അബൌട്ട് സ്റ്റാർട്ടപ്സ്. ഓക്കെ, സോ അതിനകത്ത് അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു സാധനമുണ്ട്, സ്റ്റാർട്ടപ്പ് ഇസ് ഈക്വൽ ടു ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഗ്രോത്ത് ഉള്ള സാധനത്തിനെയാണ് സ്റ്റാർട്ടപ്പ്, അല്ലെങ്കിൽ ഗ്രോത്തിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനെയാണ് സ്റ്റാർട്ടപ്പ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ഗ്രോത്തിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി, ചായക്കട തുടങ്ങി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചായ വിറ്റുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരിക്കലും ഒരു ഗ്രോത്ത് ആംഗിൾ വരുന്നില്ല, അല്ലെ? ഐദർ there should be a benchmark അല്ലെങ്കിൽ or some reference should be there, and accordingly there should be some improvement in the process or the range of products or in the overall growth. Maybe ഇപ്പൊ ഈ ചേട്ടൻ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ജംഗ്ഷനിൽ വേറൊരു ചായക്കട തുടങ്ങി, ഇവിടെ ഇരുന്ന ചായക്കട ഒരു ഹോട്ടലായിട്ട് മാറി. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 3 മാസം കൂടെ കഴിഞ്ഞപ്പം ഒരു ചായക്കട കൂടെ തുടങ്ങി, ഇവിടെ ഇരുന്ന ഹോട്ടലിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലായിട്ട് മാറി. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് അതിശയമായിട്ട് തോന്നും, പക്ഷേ ഇതിന് സിമിലർ ആയിട്ടുള്ള ഗ്രോത്ത് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കമ്പനീസ് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ, സോ ഗ്രോത്ത് ആംഗിളിൽ സംസാരിക്കുന്ന ഒരു സംരംഭത്തിനെ വേണം നമുക്ക് സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. സോ entrepreneurship is all about turning what excites you in life into your capital so that you can do that for more time എന്ന് ഡിഫൈൻ ചെയ്തതാണ് റിച്ചാർഡ് ബ്രാൻസന്റെ ഡെഫിനിഷൻ ആണ്. റിച്ചാർഡ് ബ്രാൻസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോർ ദാൻ ക്ലോസ് ടു 400 കമ്പനീസ് ആണ് അദ്ദേഹം ഓൺ ചെയ്യുന്നത്. അല്ലെ, നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ടോക്കിൽ പറഞ്ഞാണ് 400ഓളം സംരംഭങ്ങൾ ഒരാൾ മാനേജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു വർഷം എങ്ങനെ ഓടിക്കഴിഞ്ഞാലും ഒരു ദിവസം അയാളുടെ ഒരു കമ്പനിയിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള സമയം കിട്ടത്തില്ല, അല്ലെ? എന്നിട്ടും ഇതിൽ മിക്കവാറുള്ള എല്ലാ സംരംഭങ്ങളും വളരെ മികച്ചതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ 24 മണിക്കൂറും കിടന്ന് നമ്മുടെ ഒരു സംരംഭത്തിന്റെ പുറത്ത് കടന്ന് പയറ്റിയിട്ട് അത് പ്രോപ്പറായിട്ട് പോകുന്നില്ല. അപ്പൊ ആ മെക്കാനിസം എന്തുമാത്രം മഹത്തരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോ അത്രയേറെ കമ്പനീസ് ഉള്ള ഇദ്ദേഹത്തിന് എങ്ങനെ സമയം കണ്ടെത്തും? നമ്മളടുത്ത് ഇവിടെ അസൈൻമെന്റ് വെക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം ഓൺ ടൈം വെക്കാൻ പറഞ്ഞാലോ നമ്മൾ പറയും സാർ സമയമില്ല, അല്ലേ? അല്ല, എപ്പോഴും നമ്മൾ വളരെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒരാൾ 400 കമ്പനിയാണ് ഒരാൾ നടത്തുന്നത്. ഇയാൾക്കൊക്കെ എവിടെ നിന്നായിരിക്കും സമയം കിട്ടുന്നത് എന്നുള്ളതാണ് ദ റിയൽ ക്വസ്റ്റ്യൻ. അഗെയിൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു സാധനമാണ്, ഓൺലൈൻ ക്ലാസ്സിൽ കുറെ നേരം കേട്ടിരിക്കുമ്പം ഭയങ്കരമായിട്ട് ബോറാവുന്നു, നമ്മുടെ പഴയ പോലത്തെ ഒരു എൻജോയ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. വാട്ട് ഇസ് ദി നോർമൽ അറ്റൻഷൻ സ്പാൻ എ ഹ്യൂമൻ ബീങ്? ഒരു മനുഷ്യന് ഉള്ള ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ്സ് ആണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. Around 40 സെക്കൻഡ്സ് ആണ്, മിനിറ്റ്സ് ആണോ? 40 to 45 minutes. 40 to 45 minutes, 21 minutes, 2 minutes എന്നൊക്കെ പറഞ്ഞ് മുബീന പറഞ്ഞിരിക്കുന്നത് 2 minutes ആണ്. മുബീന മാഗി നൂഡിൽസിന്റെ ഫാനാന്ന് തോന്നുന്നു. 25, 21, 20, 45 ഒക്കെയാണ് പലരും പറയുന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കാം. ഒരുപാട് സാധനങ്ങളിൽ ഞാനും കണ്ടിട്ടുണ്ട് 20 minutes, 25 minutes എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഈ ബാഹുബലി സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അറ്റൻഷൻ സ്പാൻ പോയി, പിന്നെ നമ്മൾ പോയി ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നാണോ കണ്ടത്? ഒരിക്കലും അല്ല. ഹാരി പോട്ടറോ IPL അല്ലെങ്കിൽ ഇപ്പം നമ്മളിത് ടെസ്റ്റ് മാച്ച് വരെ നമ്മൾ കട്ടക്കിരുന്ന് കാണുന്നുണ്ട്. ഒരു കുഴപ്പമില്ല അറ്റൻഷൻ സ്പാൻ. അപ്പൊ എന്താണ് അവിടെ റിയലി മാറ്റർ ആയിട്ട് വരുന്നത്? നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് പ്രശ്നം, അല്ലെ? നമുക്ക് ഇൻട്രസ്റ്റ് വെരി ഗുഡ് ഡിപ്പെൻസ് ഓൺ ദ ക്യൂരിയോസിറ്റി. നമ്മുടെ ബ്രെയിൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ആണ്, അല്ലെ? ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ന്യൂ, പുതുതായിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ട്, ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ അതിനകത്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ബി അറ്റൻറ്റീവ്. അതിനകത്ത് ഈ അറ്റൻഷൻ സ്പാൻ്റെ തിയറിയും കാര്യങ്ങളും ഒന്നും അവിടെ വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളൊരു കാര്യം നിങ്ങളുടെ ക്യാപിറ്റൽ ആക്കുക എന്നാണ് റിച്ചാർഡ് ബ്രാൻസൺ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നത് നമ്മൾ അറിയത്തേ ഇല്ല, ശരിയല്ലേ? അതാണ് ഇത്, ഈ എല്ലാ എക്സാമ്പിൾസും അത് തന്നെയാണ് തെളിയിക്കുന്നത്. യു ക്യാൻ ഈവൻ വാച്ച് ദ വീഡിയോ ബൈ പ്രിൻസ് EA. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹി ജസ്റ്റ് സൂഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു കോർട്ട് അപ്പീൽ പോലെ എ പേഴ്സൺ ഇസ് കണ്ടിന്യൂസ്ലി
presenting the pitfalls in our education system. പറയുന്ന ഒരു വണ്ടർഫുൾ വീഡിയോ ഉണ്ട്, ജസ്റ്റ് കണ്ടു നോക്കുക. ഹൗ സ്കൂൾ സ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ആംഗിളിൽ സംസാരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സർ കെൻ റോബിൻസന്റെ ഹൗ സ്കൂൾ സ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ടെക് ടോക്ക് ഉണ്ട്, ദ മോസ്റ്റ് വ്യൂഡ് ടെക് ടോക്ക്. ഇൻ ദാറ്റ് ഹി സേയിങ് ദാറ്റ് ക്രിയേറ്റിവിറ്റി ഇസ് ആസ് ഇമ്പോർട്ടന്റ് ആസ് ലിറ്ററസി വെൻ ഇറ്റ് കംസ് ടു എഡ്യൂക്കേഷൻ. അത്രേ ഉള്ളൂ. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് ഇസ് വെരി വെരി ക്രിട്ടിക്കൽ വെൻ ഇറ്റ് കംസ് ടു എഡ്യൂക്കേഷൻ. അവിടെയാണ് ആ ക്യൂരിയോസിറ്റി ഇരിക്കുന്നത് അല്ലെ. പക്ഷെ നമ്മുടെ ഒരു സംവിധാനം എന്ന് പറയുന്നത് തന്നെ ഇപ്പോ ഇവിടെ ഇദ്ദേഹം ഒരു ഡെഫിനിഷൻ നമുക്കിപ്പോ തന്നായിരുന്നു, ഫെനിൽ അല്ലെ, ഡിപ്പെൻസ് ഓൺ ക്യൂരിയോസിറ്റി. നമ്മൾ ആ ക്യൂരിയോസിറ്റി എലമെന്റിനെ കംപ്ലീറ്റ് ആയിട്ട് കില്ല് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ പോയിന്റിലും. ഒരു കൊച്ചു കുഞ്ഞ് നടന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞ് കാര്യം മനസ്സിലാക്കും എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് അതിനകത്തേക്ക് ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിലേക്ക് എത്തിപ്പെടുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യരുത് എന്നുള്ളതാണ് അല്ലെ. കടിക്കരുത്, നടക്കരുത്, തൊടരുത്, പിടിക്കരുത്, ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ഇൻസ്ട്രക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ കേൾക്കുന്നത് വളരെ കുറവാണ്. സോ ആ ക്യൂരിയോസിറ്റി എലമെന്റിനെ ഗ്രാജുവലി നമ്മൾ കട്ട് ചെയ്ത് വി ആസ് എ സൊസൈറ്റി നമ്മൾ എല്ലാവരും റെസ്പോൺസിബിൾ ആണ്. അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ഫൈനലി ഒരു ദിവസം തൊട്ട് ഓക്കെ നൗ യു തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന് പറഞ്ഞ് നമുക്കൊരു ചലഞ്ച് തരും. അപ്പൊ അത്രയും നാള് നമ്മളെ കൺസ്ട്രെയിൻഡ് ആയിട്ട് ഒരു ബോക്സിനകത്ത് ഇരുത്തി വളർത്തിയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? പക്ഷെ ഇതെല്ലാം സ്കിൽസ് ആണ്. സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെയിൻ ദീസ് തിങ്സ് ഓൺലി ത്രൂ പ്രാക്ടീസ്. അല്ലാതെ ഒരു മാജിക് മൊമെന്റ് സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സ്കിൽസ് ആണ്. ത്രൂ പ്രാക്ടീസ് മാത്രം. ഇപ്പം പഠിപ്പിക്കാൻ വന്ന അധ്യാപകനോ അധ്യാപികയോ അടിപൊളിയായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കും എന്ന് വെച്ചുകൊണ്ട് സ്റ്റുഡൻസ് എല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നില്ലല്ലോ. ബിക്കോസ് അവരത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ലൈഫിലെ മെജോറിറ്റി ഡിസിഷൻസും ഒരു 20-25 ഇയേഴ്സ് വരെ എടുക്കുന്നത് നമ്മളല്ല, മറ്റൊരു വ്യക്തിയാണ് നമുക്ക് വേണ്ടി ആ ഡിസിഷൻ എടുക്കുന്നത് എന്ന് വിചാരിക്കുക. പെട്ടെന്ന് 25-ാമത്തെ 26-ാമത്തെ വയസ്സ് തൊട്ട് നിങ്ങൾ ഡിസിഷൻ എടുത്ത് തുടങ്ങണം എന്ന് പറയുമ്പം അദ്ദേഹത്തിന് ആ പ്രാക്ടീസ് എവിടെ നിന്നാണ് ഉള്ളത്? ഓക്കെ, സോ ഇതെല്ലാം ഹാബിച്വൽ ആയിട്ട് നമ്മളിലേക്ക് വരേണ്ട സാധനങ്ങളാണ്. അപ്പൊ റിച്ചാർഡ് ബ്രാൻസൺ പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താല്പര്യമുള്ള കാര്യം എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സാധനം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഇപ്പൊ പേഴ്സണലി എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ അഗെയിൻ ഐ എം നോട്ട് സ്റ്റിക്കിംഗ് പെർഫെക്റ്റ്ലി ഓൺ ടു ദി PPT, ഫൈനലി എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വൈ ഡിഡ് ഐ ചോസ് ടീച്ചിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I was also having absolutely no idea what to do while I was doing my graduation. പക്ഷെ I had this habit of doing soft journaling. ചുമ്മാ പേപ്പറിൽ എഴുതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മറ്റേ ബഷീറോ അല്ലെങ്കിൽ വലിയ നമ്മുടെ ഏറ്റവും മഹത്തരമായ നോവൽ പ്രൈസ് ലോറേറ്റ്സ് ഒക്കെ ചെയ്യുന്ന പോലുള്ള എഴുത്തൊന്നും അല്ല. ഞാൻ ഇന്ന് എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ എനിക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ ഞാൻ എഴുതും. അങ്ങനെ എഴുതി വന്നപ്പോഴാണ് എനിക്ക് ബിടെക്കിന് പഠിക്കുന്ന സമയത്തൊക്കെ കുറച്ചധികം പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ഓക്കെ, സെമിനാറൊക്കെ എടുക്കാൻ തന്നു കഴിഞ്ഞാൽ, പ്രസന്റേഷൻ എടുക്കാൻ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവന്റ് കോർഡിനേറ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ഞാൻ എടുക്കുന്ന പ്രസന്റേഷൻ വേറെ ആർക്കെങ്കിലും മനസ്സിലായോ ഇല്ല എന്നുള്ളതൊന്നും എനിക്ക് അവിടെ പ്രശ്നമേ അല്ല. പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അത്രയാണ് ഞാൻ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സംഭവം. ഓക്കെ, സോ എനിക്ക് ആ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, സോ ഐ ക്യാൻ പെർസ്യൂ ദിസ് എന്ന് പറയുന്ന ഒരു തോട്ടിൽ നിന്നാണ് ഐ ലാൻഡഡ് അപ്പ് ഇൻ ടീച്ചിങ്. ഓക്കെ, സോ നമുക്കറിയില്ല നമ്മൾ ഓരോ ദിവസം എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം, നിങ്ങളുടെ പാഷൻ എന്താണെന്ന് ഒരു ദിവസം പെട്ടെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഏറ്റവും നല്ലൊരു ടൂളാണ് സോഫ്റ്റ് ജേർണലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ചുമ്മാ എഴുതുക, വേറെ ആരെയും കാണിക്കണ്ട. ഓക്കെ, തലേ ദിവസം എഴുതിയ സാധനം നമ്മൾ പിറ്റേ ദിവസം കീറി കളഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, അത് നമ്മുടെ ഗ്രാജുവലി നമ്മുടെ മൈൻഡിൽ കിടന്നത് നമുക്ക് ഫൈനലി ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരു ദിവസം കൊണ്ടുവന്ന് തരും. പക്ഷെ ഇത് എല്ലാ ദിവസവും നടക്കണം. ഓക്കെ, ഇന്ന് എഴുതി, ഇനി ഒരു ഫൈനൽ ഇയർ ഏതെങ്കിലും ഒരു പരീക്ഷയുടെ തലേദിവസം ആയിരിക്കും ഓർമ്മ, അന്ന് ഒരു സാറ് ക്ലാസ് എടുക്കാൻ വന്ന് പറഞ്ഞിരുന്നു എന്തോ എഴുതണം എന്ന് പറഞ്ഞിട്ട് അന്ന് എടുത്ത് കുറച്ച് എഴുതും. അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. ഇത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ഹാവ് എ ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ആൻഡ് വിച്ച് വിൽ help you definitely in a very positive manner. Yes, so entrepreneur ആകാൻ എനിക്ക് പറ്റില്ല, സോ ഞാൻ IDC ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് ചിലപ്പം പറയുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓൺട്രപ്രണോറിയൽ എലമെന്റ് എന്ന് പറയുന്ന എല്ലാ മനുഷ്യരിലും ഉണ്ട്. എവ്രിബഡി, എല്ലാ മനുഷ്യരിലും ഈ ഒരു നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ, സേപ്പിയൻസ് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു വണ്ടർഫുൾ
ബുക്ക് ഉണ്ട് വിച്ച് ഇസ് കൈൻഡ് ഓഫ് അണ്ടർ റേറ്റഡ്, ഹൗ ഇമോഷൻസ് ആർ മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ലിസ ഫെൽമൻ ബാരറ്റ് എന്ന് പറയുന്ന ഒരു ഓതറിന്റെ ഹൗ ഇമോഷൻസ് ആർ മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. വായിച്ചു നോക്കുക. നമ്മുടെ ഇമോഷൻസിനെ ഇമോഷൻസിനെ നമ്മൾ പെർസീവ് ചെയ്യുന്നത് എന്തുമാത്രം അല്ല, ഇമോഷൻസ് എന്ന് പറയുന്നത് സോഷ്യലി അല്ലെങ്കിൽ കൾച്ചറലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞു വരുന്നത്. ദർ ഇസ് അഗെയിൻ ഒരു ടെഡ് ടോക്കും ഉണ്ട്. ലിസ ഫെൽമൻ ബാരറ്റ് എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. ചുമ്മാ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇമോഷൻസ് ആർ മെയ്ഡ്, ഹൗ ഇമോഷൻസ് ആർ മെയ്ഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പുള്ളിക്കാരത്തി പറയുന്ന ഒരു എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്കിമോസ് ഉണ്ടല്ലോ, എസ്കിമോസ് എന്ന് പറയുന്ന ട്രൈബിന് ദേ ഡോണ്ട് എക്സ്പ്രസ് ആങ്കർ ഇൻ ദ വേ വി ഡു. നമ്മൾ ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്ന പോലെയല്ല അവർ ചെയ്യുന്നത്. നമ്മൾ എന്തോ ചെയ്യുന്നത്, നമ്മൾ ഷൗട്ട് ചെയ്യും, കൈ കിട്ടുന്ന സാധനമൊക്കെ എറിഞ്ഞുടയ്ക്കും, അല്ലേ? ഇതാണ് നമ്മുടെ ഒരു വേ ഓഫ് ബിഹേവിയർ. പക്ഷെ എസ്കിമോസിന്റെ കേസിൽ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ സിംപ്ലി വാക്ക് അവേ. ആ സിറ്റുവേഷനിൽ നിന്ന് അവർ നടന്നങ്ങ് പോകും. ചോദിച്ചു കഴിഞ്ഞാൽ പറയാം ഐ എം നോട്ട് ഫീലിംഗ് കംഫർട്ടബിൾ. അങ്ങനെയാണ് അവരിലേക്ക് ഈ സാധനം കൾച്ചറലി വന്നിരിക്കുന്നത്. ഓക്കെ, ആങ്കർ ഇല്ല എന്നുള്ളതല്ല, ആങ്കർ വരുമ്പോൾ ഹൗ യു റെസ്പോണ്ട് ടു ദാറ്റ് ആങ്കർ, അത് അവരിലേക്ക് കൾച്ചറലി വന്നിരിക്കുന്നത്. ഒരൊറ്റ പെർട്ടിക്കുലർ ട്രൈബിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. സോ ഇതെല്ലാം നമുക്ക് സമൂഹം പറഞ്ഞു തരുന്ന കുറെ കാര്യമാണ്. വിഷമം വന്നാൽ ഇങ്ങനെ ഇരുന്ന് കരയണം, കുറച്ചുകൂടെ വിഷമം വന്നാൽ നെഞ്ചത്തടിച്ച് കരയണം. ഇതെല്ലാം നമുക്ക് സമൂഹം പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വൺസ് യു റിയലൈസ് ദാറ്റ് യു ക്യാൻ ട്രെയിൻ യുവർ ഇമോഷൻസ് ആസ് വെൽ. ഓക്കെ, ബയോളജിക്കലാണ്, സ്റ്റിൽ അഗെയിൻ ത്രൂ ട്രെയിനിങ് നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അഗെയിൻ വീണ്ടും വേറൊരു ആംഗിളിലേക്കാണ് പോയത്. നമുക്ക് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഫ്രം ഓസ്ട്രാലോപിത്തിക്കസ് ടു ഹോമോ ഇറക്ടസ് ടു ഹോമോ സേപ്പിയൻസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ടെയിൽ നമ്മുടെ ഈ ഒരു ഫൈനൽ എൻഡ് വരെ വന്നു കഴിഞ്ഞാലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്പീഷീസ് ഹാസ് ക്ലിയർലി ഡോമിനേറ്റഡ് ദിസ് പ്ലാനറ്റ്, അല്ലെ? എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, വാട്ട് എവർ ബി ദി അഡ്വേഴ്സിറ്റീസ് ദാറ്റ് ഹാപ്പൻ, വാട്ട് എവർ ബി ദി ഡിഫിക്കൽട്ടീസ് ബീങ് ത്രോൺ ടു ഹിം, we are that one species that stood up to every such adversities and bounced back like anything, അല്ലെ? എന്തൊക്കെ എന്ന് വെച്ചാൽ പല യുദ്ധങ്ങൾ വന്നിട്ടുണ്ട്, ഫ്ലഡുകൾ വന്നിട്ടുണ്ട്, വരൾച്ച വന്നിട്ടുണ്ട്, പാൻഡമിക്കുകൾ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്, നമ്മൾ മൾട്ടിപ്പിൾ വേൾഡ് വാറുകൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടും സ്റ്റിൽ വി കണ്ടിന്യൂ ടു ഡോമിനേറ്റ് ദ പ്ലാനറ്റ് ഇൻ എ വെരി പോസിറ്റീവ് മാനർ. അഗെയിൻ നെഗറ്റീവും ഉണ്ട് ഒരുപാട് സൈഡിൽ. ആൻഡ് ദാറ്റ് ഇസ് വൈ വി ആർ സ്പീക്കിംഗ് അല്ലെങ്കിൽ ലേണിംഗ് സബ്ജക്ട്സ് ലൈക്ക് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഒക്കെ ഇപ്പൊ പഠിക്കുന്നതിന്റെ കാര്യം നമ്മുടെ ഈ ഹ്യൂമൻ നെഗറ്റീവ് ഡോമിനേഷൻ കാരണം ഉണ്ടായതാണെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പക്ഷെ ഈ ഒരു കപ്പാസിറ്റി ടു അച്ചീവ് ദി അൺഅച്ചീവബിൾ എന്ന് പറയുന്ന ആ ഒരൊറ്റ എലമെന്റ് ആണ് ഹ്യൂമൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവോൾവ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റ് സ്പീഷീസുകളെ ഡോമിനേറ്റ് ചെയ്യാനും സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ തൊട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാണാൻ പറ്റും. നമ്മൾ ആദ്യം തൊട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന നോബൽ പീസ് പ്രൈസ് ലോറേറ്റ്, അദ്ദേഹത്തിന്റെ കോട്ടാണ് ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഓൺടർപ്രണേഴ്സ്. എല്ലാവരിലും ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. പണ്ട് നമ്മൾ കേവിനകത്ത് താമസിച്ചിരുന്ന സമയത്ത് നമ്മൾ പ്യുവർലി സെൽഫ് എംപ്ലോയിഡ് ആയിരുന്നു, അല്ലെ? എന്തൊക്കെ സാധനം ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്ത് സാധനം കണ്ടെത്തണം, എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കേണ്ടത് എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം ഒരു ഓൺടർപ്രണർ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ സമയം കഴിഞ്ഞ് മാറി നമ്മുടെ ഇന്ത്യയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻവേഡ് ചെയ്ത് ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഒരു മെക്കാനിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോർ ഡൂയിങ് മെക്കാനിക്കൽ ജോബ്സ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ കൺവേർജ് ആയതെന്നുള്ളത് നമുക്കറിയാം. സോ ഡെഫിനറ്റ്ലി എല്ലാവരുടെ ഉള്ളിലും ഓൺടർപ്രണേഴ്സ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത് ഒരു വളരെ നല്ല പോയിന്റ് ആണ്. ഇറ്റ്സ് മോർ ലൈക്ക് അല്ലെങ്കിൽ അഗെയിൻ സിനോണിമസ് ടു ദ കോഡ് ബൈ പാബ്ലോ പിക്കാസോ. അദ്ദേഹം പറഞ്ഞിട്ടില്ലേ, ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ക്രിയേറ്റീവ്, ദ ചാലഞ്ച് ഇസ് ടു സ്റ്റേ ക്രിയേറ്റീവ് ആസ് യു ഗ്രോ അപ്പ്. നേരത്തെ ഞാൻ പറഞ്ഞതിന് അതേപോലെ എല്ലാവരും ജനിക്കുന്ന സമയത്ത് ഭയങ്കര ക്രിയേറ്റിവിറ്റിയോടെയാണ് ജനിക്കുന്നത്. പക്ഷെ ടു സ്റ്റേ ദാറ്റ് ക്രിയേറ്റീവ് ഇൻ എ സൊസൈറ്റി വെയർ ഇറ്റ് കണ്ടിന്യൂസ്ലി പുഷസ് യു ടു ലിവ് മെക്കാനിക്കലി, അല്ലെങ്കിൽ ഇൻ എ സൊസൈറ്റി ദാറ്റ് കണ്ടിന്യൂസ് ടു പുഷ് യു ടു ബി ഇൻ എ സാലറീഡ് ജോബ്, അവിടെ ഒരു ഓൺടർപ്രണർ ആവുക എന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞാൽ ഒരു ചലഞ്ചിങ് എലമെന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, യെസ്. സോ മൂവിങ് ഫോർവേഡ്, ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് നമ്മൾ ഒരുപാട് ടോക്കുകളും കാര്യങ്ങളൊക്കെ നടത്തൂല്ലേ ഈ IEDCയുടെ ഭാഗമായിട്ട്. ഒരുപാട് ഓൺടർപ്രണേഴ്സ്, ഇന്നോവേറ്റേഴ്സ് ഇവർ വന്ന് സംസാരിക്കും, അവരുടെ ഒരു സക്സസ് സ്റ്റോറി ഒക്കെ മെൻഷൻ ചെയ്യും. അപ്പം നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തപ്പം ഒരിക്കൽ
ഐ മീൻ ഞാൻ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് അതിനകത്ത് കാണാൻ പറ്റിയ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം ടെൻ ടു സേ ആൻ ഇൻസിഡന്റ് or a few sort of connected incidents that happened in their childhood where they came to realize that there is this entrepreneurial bug in them and they had the sense that someday this will come out എന്ന് പറയുന്ന രീതിയിലൊക്കെ അവരിങ്ങനെ പറഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് കേട്ടുവന്ന ഒരു വളരെ പോപ്പുലറായ ഓണ്ടർപ്രണർ അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞതാണ്. ഐ തിങ്ക് ഐ ആം നോട്ട് ടൈം ഹൗ ഐ എം ഡൂയിങ് ഓൺ ടൈം ഓക്കെ അല്ലേ? 7 o'clock അല്ലേ ആയിട്ടുള്ളൂ? ഓക്കെ. കോർഡിനേറ്റേഴ്സ് എന്നെ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കണേ, നമ്മുടെ സമയമൊക്കെ കഴിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഓൺലൈൻ. ഓക്കെ. അപ്പോൾ യെസ്, അപ്പോൾ ഒരു വ്യക്തി, ഈ ഇടയ്ക്ക് വന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്കൂൾ ജീവിതത്തിലെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇദ്ദേഹം എന്നും ഉച്ചയ്ക്ക് ലഞ്ച് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന ഒരു ഡേ സ്കോളർ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ പഠന സമയം മുഴുവൻ പൂർത്തിയാക്കി കൊണ്ടുവന്നത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇവർക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് ഇദ്ദേഹത്തിന് കോഴിമുട്ട മസ്റ്റായിരുന്നു. കോഴിമുട്ട ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ഭക്ഷണം കഴിക്കത്തുള്ളൂ. സോ അങ്ങനെ, പ്ലീസ് ഗിവ് മി എ സെക്കൻഡ്. സോറി, യെസ്. സോ യെസ്, ഞാൻ എന്താ പറഞ്ഞേ? ഒരു ഓണ്ടർപ്രണർ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി മെൻഷൻ ചെയ്ത് വന്നൊരു ഇൻസിഡന്റ് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന് എല്ലാ ദിവസവും കോഴിമുട്ട കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം വെജിറ്റേറിയൻ ആണ്. ഇവര് സ്കൂൾ ഡേയ്സ് ആണ് കേട്ടോ, 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം വെജിറ്റേറിയൻ ആണ്. അപ്പൊ ആദ്യമായിട്ട് എഗ്ഗ് എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നു. ഇദ്ദേഹം കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് എല്ലാ ദിവസവും കൂട്ടുകാരന് പങ്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് നാളെ തൊട്ട് 2 കോഴിമുട്ട തന്നു വിടണം എന്ന് പറയുകയും അമ്മ എന്ത് ചെയ്തു, ഓക്കെ ആഗ്രഹിച്ച് ചോദിച്ചല്ലേന്നുണ്ട് അതിന്റെ അടുത്ത ദിവസം തൊട്ട് 2 കോഴിമുട്ട വീതം കൊടുത്തു വിടാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും, സ്കൂളിൽ പോയിട്ട് 1 കോഴിമുട്ട ഇദ്ദേഹത്തിന് കഴിക്കും, 1 ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടിന് കൊടുക്കും. എന്നിട്ട് അതിന്റെ കൂലിയായിട്ട് ഒരു 5 രൂപ മേടിക്കും. അപ്പോൾ ഒരു ദിവസത്തെ വരുമാനം 5 രൂപ, 20 വർക്കിംഗ് ഡേയ്സ്, ടോട്ടൽ ഒരു മാസത്തെ പോക്കറ്റ് മണി 100 രൂപ, 4ാം ക്ലാസ്സിൽ. സോ ഇതാണ് എൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഒരു പുള്ളിക്കാരൻ ഒരു സ്റ്റോറി പറഞ്ഞായിരുന്നു. സത്യമാണോ കള്ളമാണോ എന്നുള്ളതൊന്നും ഇതിനകത്ത് വിഷയമുള്ളൊരു കാര്യമല്ല. പക്ഷേ ദ തിങ് ഇസ്, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഇതുപോലത്തെ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുകയോ വിൽക്കുകയോ നെഗോഷിയേറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നമ്മൾ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഓൺട്രപ്രണോറിയൽ എലമെന്റ് നമ്മുടെ എല്ലാവരിലും ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. അതിനെ നമ്മൾ അഗെയിൻ ടിങ്കർ ചെയ്തുകൊണ്ടിരുന്നാൽ, അതിനെ നമ്മൾ അഗെയിൻ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് ഫ്രണ്ടിലേക്ക് വരാൻ അനുവദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം ഔട്ട്. ഓക്കെ. സോ ഐ ആം ബോൺ ടു ബി എൻ എംപ്ലോയി എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിൽ അകപ്പെട്ടു പോകാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ അവിടെ ആഡ് ചെയ്യുന്ന പോയിന്റ്. യെസ്. സോ എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഡെഫിനിഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വിക്കിപീഡിയയിലുള്ള എൻ്റെ പ്രസന്റേഷനിലുള്ള ആകെ ഉള്ള ഒരു ഡെഫിനിഷൻ ആണിത്. ന്യൂലി എമർജ്ഡ് ഓണ്ടർപ്രണോറിയൽ വെഞ്ചർ, typically fast growing business aim to meet a market need by developing and offering an innovative product, process or service. സോ ഈ പറയുന്ന ഡെഫിനിഷനും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേർഡ് എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി തന്നെ മെൻഷൻ ചെയ്തതാണ്. സ്റ്റാർട്ടപ്പ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് ഈക്വൽസ് ഗ്രോത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കി മനസ്സിലാക്കുക. സ്റ്റാർട്ടപ്പ് ഈക്വൽസ് ഗ്രോത്ത്. ഗ്രോത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്ന 2 എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള എക്സാമ്പിൾസ് ആയിരിക്കും. ദ ഫസ്റ്റ് കമ്പനി ഈസ് ഊബർ ആൻഡ് ദ സെക്കൻഡ് കമ്പനി ഈസ് Airbnb. Uber started in 2009. It is there in 65 countries right now and have completed 1 billion rides. Airbnb on the other side started in 2008 in 191 countries. ഇപ്പോൾ ഉണ്ട് 3 million lodging facilities already ഇവിടെ affiliated ആണ്. സോ ഈ ഒരു സ്കെയിൽ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് ഇല്ലോജിക്കൽ ഒരു ഗ്രോത്ത് ആണ്. ഒരു നോർമൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആക്ച്വൽ പ്രൊജക്ഷൻ നമ്മൾ ചെയ്ത് കഴിയുക, അല്ലെങ്കിൽ നമുക്കൊരു നോർമൽ വേയിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ഗ്രോത്ത് ആണ് ഈ കമ്പനീസ് എല്ലാം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിനെ മാത്രമേ സ്റ്റാർട്ടപ്പ് എന്ന് പറയുള്ളൂ എന്നുള്ളതല്ല. പക്ഷെ നമ്മുടെ
അംബിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് ഈ ഒരു സോർട്ട് ഓഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ഇഫ് യു സേ ദാറ്റ് യുവർ പ്രോഡക്റ്റ് ഈസ് ആൻ ആപ്പ്, അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി എത്ര വർഷം കൊണ്ടായിരിക്കും നിങ്ങൾ ഇതിനകത്ത് 1 മില്യൺ യൂസേഴ്സിനെ കൊണ്ടുവരുന്നത്? അതിൽ കുറഞ്ഞൊന്നും കേൾക്കണ്ട. ഓക്കെ, 1 മില്യൺ യൂസേഴ്സിനെ നിങ്ങൾക്ക് എത്ര വർഷം കൊണ്ട് കൊണ്ടുവരാൻ പറ്റും? കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയെന്നും ഒന്നും ചോദിക്കുന്നില്ല. ഇതാണ് നമ്മൾ ഐഡിയ കേൾക്കുമ്പം ഈ ലെവലിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അത്രയും ബിഗ് ആയിട്ട് നമ്മൾ നമ്മുടെ എയിം സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഔട്ട്കംസ് കൊണ്ടുവരാൻ പറ്റും. ആ ലെവലിൽ അങ്ങ് സ്വപ്നം കാണുക. കാരണം അങ്ങനെ സ്വപ്നം കണ്ട സ്ഥാനങ്ങളൊക്കെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അന്ന് ഞാൻ എടുത്തു പറയണ്ടല്ലോ. ഓക്കെ, സോ എഗെയിൻ അപ്പോൾ ലക്കിലി നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, നമ്മുടെ ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഫ്രണ്ടിലേക്ക് ഓടിച്ചു പോകാൻ പറയാൻ അവർ ഈ ഒരു സാധനം ഒരു ഐഡിയ ആയിട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ദേ ഹാഡ് ബോത്ത് ദീസ് ടേംസ് ടൈഡ് അപ്പ് ടുഗദർ. ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഒന്നിച്ച് കൊണ്ടുവന്നതിന് തന്നെ നമുക്ക് നന്ദിയോടെ അത് ഓർക്കാം. കാരണം ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഓണ്ടർപ്രണോറിയൽ വെഞ്ചറിനെ പ്രോപ്പറായിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ എന്താണ് നമ്മൾ ഒരു കോളേജ് ലെവലിൽ ചെയ്യേണ്ടത്? അഗൈൻ ഇതെല്ലാം എൻ്റെ കോളേജിലെ കുറച്ച് പിക്ചേഴ്സ് മാത്രമാണ്, ഞാൻ അതിലേക്കൊന്നും ഡ്വെൽ ചെയ്യുന്നില്ല. സോ ദിസ് ഇസ് വൺ സംതിങ് വിച്ച് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഫ്ലോ ആയിരിക്കും IEDC എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൽ. സോ സ്റ്റുഡൻസ് നിങ്ങളുടെ കോളേജിലേക്ക് നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആസ് IEDC നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന 2 കാര്യങ്ങളാണ്. ദ ഫസ്റ്റ് വൺ ഇസ് ഇംപാർട്ടിങ് സ്കിൽസ്. ഇംപാർട്ടിങ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് സ്കിൽസ് വേണം ഫോർ എൻ എഞ്ചിനീയർ. വൺ ഇസ് ടു ഐഡന്റിഫൈ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കണ്ടാൽ ഇത് തിരിച്ചറിയാനുള്ള ഐഡന്റിഫിക്കേഷൻ സ്കില്ലാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് ഇസ് പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള സ്കിൽ. ഈ 2 സ്കില്ലും ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ് IEDCയുടെ പ്രധാന ഉദ്ദേശം. അല്ലാതെ സ്റ്റാർട്ടപ്സിന്റെ എണ്ണം ഉണ്ടാക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ആവുക എന്ന് പറയുന്നതല്ല നമ്മുടെ എയിം. ആൻഡ് ദാറ്റ് ഇസ് വൈ ദിസ് മൂവ്മെന്റ് ഇസ് സ്പെഷ്യൽ. ഓക്കെ, സോ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇംബൈബ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി റോൾ. അങ്ങനെ സ്കിൽസ് ഗ്യാദർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് യു ക്യാൻ ഇനിഷിയേറ്റ് പ്രോജക്ട്സ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്ട്സ് നിങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അവിടെയാണ് ആ ആക്ച്വൽ എഞ്ചിനീയറിംഗ് വരുന്നത് അല്ലേ. സോ പ്രോജക്ട്സ് ചെയ്യുക, പ്രോജക്റ്റ് ചെയ്ത് അത് സക്സസ്ഫുൾ ആയി അതിനൊരു ബിസിനസ് മോഡൽ കണ്ടെത്തി കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ബിക്കം എ സ്റ്റാർട്ടപ്പ് ഓൺ ക്യാമ്പസ്. ഈവൻ അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ പോലും ഇറ്റ് സ്റ്റിൽ റിമൈൻസ് എസ് എ വെരി ഗുഡ് അക്കാഡമിക് പ്രോജക്ട്. ഇതാണ് നമ്മുടെ ഒരു ബേസിക് തോട്ട് പ്രോസസ് IEDCയുടെ. ഓക്കെ, സോ ഇറ്റ് ബിക്കംസ് എ വെരി ഗുഡ് അക്കാഡമിക് പ്രോജക്ട്. അക്കാഡമിക് പ്രോജക്ട് അഗൈൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അക്കാഡമിക് പ്രോജക്ട് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക് പ്രോജക്റ്റിനെ ഗ്രേഡ് ചെയ്യുന്നത് നോർമലി അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിന്റെ മാത്രം ബേസിസിലായിരിക്കില്ല. ഫൈനൽ ഔട്ട്പുട്ടിന് ഡെഫിനറ്റ്ലി ഒരു വാല്യൂ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ അതിനകത്തേക്ക് എത്ര ഇൻപുട്ട് ഇട്ടു എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും എന്ത് പറ്റുന്നത്, അതിന്റെ ഒരു ഇവാലുവേഷൻ നിങ്ങളുടെ അല്ലെങ്കിൽ വി ആസ് എ ടീച്ചർ കമ്മ്യൂണിറ്റി നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ ഇൻപുട്ടിന്റെ ബേസിസിലാണ്. സോ എല്ലാം നമ്മൾ ചെയ്തു ഫൈനലി ഒരു ഔട്ട്പുട്ട് മാത്രം വന്നില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ പ്രോജക്റ്റിന് ഫെയിൽ ആവാനൊന്നും പോകുന്നില്ല. ഈ സ്കിൽസ് ഇമ്പാർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ ഏറ്റെടുക്കുന്ന ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് ഫെയിൽ ആയാലും അവിടെയും നമുക്ക് ഗെയിൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് കോളേജ് ലെവൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ഇഫ് യു കുഡ് ഗ്യാദർ ഗുഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്, അല്ലെ നല്ലൊരു ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ഓണ്ടർപ്രണർഷിപ്പ് ആസ് യുവർ കരിയർ. ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു എക്സ്പീരിയൻസ് വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് യു ലാൻഡഡ് ഇൻ എ ഹൈ പ്രൊഫൈൽ ജോബ്. ഒരു നല്ല ഹൈ പ്രൊഫൈൽ ജോബിലേക്കായിരിക്കും ഈ ഒരു സ്റ്റാർട്ടപ്പ് എക്സ്പീരിയൻസ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഇപ്പൊ ഞാൻ സ്റ്റാർട്ടപ്പ് ആണ്, എനിക്ക് എന്റെ കമ്പനി തന്നെ നിന്ന് പോകണം എന്ന് പറയുന്നതെല്ലാം ചിലപ്പോ നമ്മുടെ ഏജിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു തോട്ടായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ അവിടെ നമുക്ക് എത്രത്തോളം റാഷണാലിറ്റി കൊണ്ടുവരുന്നു അവിടെയാണ് ഞാൻ അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ് ജേർണലിംഗ് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ആബ്സല്യൂട്ട് ബ്ലിസ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ. പക്ഷെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ പറയുന്നത് കുറച്ച് പ്രജുഡിസ്റ്റിക് ആവുകയോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ഇത് ചെയ്ത് സക്സസ്ഫുൾ ആക്കും ആ ഒരു മോഡലിലേക്ക് പോകരുത്. പറ്റാത്ത പോയിന്റിൽ കളിച്ചു നോക്കാനുള്ള സമയമാണ് വൈൽ യു ആർ ഇൻ കോളേജ്. 4 വർഷം ലിറ്ററലി യു ക്യാൻ ട്രൈ ദിസ് തിങ് ഔട്ട്. വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഗോ ഫോർ ആൻ എംപ്ലോയ്മെന്റിന് പോയിട്ട് അഗെയിൻ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം നമുക്ക് തിരിച്ച് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു എലിമെന്റ് തിരിച്ച് കയറി വരാം. നിങ്ങൾ തിരിച്ചു വന്ന് ചിലപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും മതി. ഓക്കെ, സോ ആ ഒരു ആസ്പെക്റ്റിൽ വേണം ഇതിനെ നോക്കിക്കാണാൻ. ഇനിയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ
ആക്ച്വൽ ടോപ്പിക്കിലേക്ക് വരുന്നത്. ഓക്കെ, നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? എൻ്റെ ഫസ്റ്റ് സ്ലൈഡ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് എൻ ഐഡിയ ടു പ്രോഡക്റ്റ്. സോ ആ ഒരു സൈക്കിളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, എങ്ങനെ നമുക്ക് എവിടെ തുടങ്ങാം. സോ അഗെയിൻ നമ്മൾ പല പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ യു വിൽ സീ ഡിഫറെൻറ്റ് മെത്തഡോളജീസ്. ഒരുപാട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടെക്നീക്സ് കാണാൻ പറ്റും. ആ ടെക്നീക്സ് അഡോപ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള പല പ്രോഡക്ട്സ് കാണാൻ പറ്റും. അല്ലെങ്കിൽ ടോപ്പിക്സ് ലൈക്ക് ഡിസൈൻ തിങ്കിങ്, സെലക്റ്റീവ് ഇൻവെന്റീവ് തിങ്കിങ്, ദെൻ ലാറ്ററൽ തിങ്കിങ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പുസ്തകങ്ങളും സാധനങ്ങളും എല്ലാം നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ ഞാനിപ്പോൾ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ഒരു ബുക്കിൽ നിന്നും എടുത്തൊരു സാധനമല്ല. പക്ഷേ നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമുക്ക് തോന്നിയ കുറച്ച് എലമെന്റ്സ് ആണ് ഞാൻ ഇവിടെ നിന്ന് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് യു ഷുഡ് ഹാവ്, വിച്ച് ഐ ബിലീവ്, ഇസ് എ ടീം. ഒരു ടീം ഉണ്ടാകണം നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എങ്കിൽ എന്നുള്ളതാണ് എൻ്റെ ഫിലോസഫി. പല നേരത്തെ പറഞ്ഞ പോലെ ലോൺ ക്രിയേറ്റർ ആയിട്ടുള്ള ഒരൊറ്റ ക്രിയേറ്റർ മാത്രമുള്ള കമ്പനീസ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ വളരെ വളരെ റെയർ കേസുകളാണ്. ഓക്കെ, അല്ല അത്രയും ഒരു മാഗ്നാനിമിറ്റി അല്ലെങ്കിൽ അത്രയും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫയർ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഒറ്റയ്ക്ക് മാത്രം നിന്നുകൊണ്ട് ഒരു കമ്പനി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നമുക്ക് പല പോയിന്റിലും നമുക്കറിയാം നമ്മൾ എല്ലാ കാര്യത്തിലും എക്സ്പേർട്ട് അല്ല, അല്ലേ? സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ യു ഷുഡ് ഹാർനസ് ദി ഇൻഡിവിജ്വൽ കോമ്പീറ്റൻസി ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. സോ ഡെഫിനറ്റ് ആയിട്ടും സപ്ലിമെന്റിങ് ആൻഡ് കോംപ്ലിമെന്റിങ് സ്കിൽസ് ഉള്ള ആൾക്കാരെ കണ്ടെത്തി നമ്മുടെ ടീമിലേക്ക് ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ആൻഡ് അതിനോടൊപ്പം നമ്മുടെ സെയിം വേവ് ലെങ്തുമായിട്ട് അവർ കണക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിക്കുക. അതായത് ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ YIP യങ് ഇന്നോവേഷൻ പ്രോഗ്രാമിന്റെ ഇവാലുവേഷനിൽ ഇരിക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഐഡിയ ഉണ്ട്. പക്ഷെ അവർ പറയുന്ന ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. നമ്മുടെ ടീമിൽ ആർക്കും ആപ്പ് ഉണ്ടാക്കാൻ അറിയില്ല. 5 പേരുണ്ടോ ഓൾറെഡി ടീമിൽ. അപ്പൊ എല്ലാവർക്കും ഉള്ളത് എന്താണ്? ഐഡിയ മാത്രം. ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും പറയാനില്ല. എവറിബഡി ഈസ് ഹാവിംഗ് ദിസ് ഐഡിയ ദാറ്റ് ഓക്കെ എനിക്കൊരു എഡ്യൂക്കേഷൻ ആപ്പ് ഉണ്ടാക്കണം which will revolutionize the entire education industry. പക്ഷെ ആപ്പ് ഉണ്ടാക്കാൻ ആർക്കും അറിയില്ല. അപ്പൊ ആപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പറയും അത് ഞാൻ ഒരാളെ ഹയർ ചെയ്യും. അപ്പോൾ എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ഓൾറെഡി അതിന്റെ യൂസർ ഇന്റർഫേസോ യൂസർ എക്സ്പീരിയൻസ് എന്തെങ്കിലും നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരാളെ ഹയർ ചെയ്ത് കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഫീസിബിൾ ആകും എന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് അതിനകത്ത് ബുദ്ധിമുട്ടാണ്. എനിക്കൊന്ന് ടൈറ്റസ് സാറിന് വളരെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. മേ ബി അതിനകത്ത് തന്നെ ഈ വരുന്ന ആള് ഈ പ്രോഡക്റ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് സെല് ചെയ്യാനും മതി. അതിനകത്തുള്ള ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ പല രീതിയിലും വേണമെന്നുണ്ടെങ്കിൽ കയറി വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നമ്മളൊരു ടീം ഉണ്ടാക്കുമ്പോൾ ആ ടീമിനകത്ത് തന്നെ ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ആൾക്കാർ വേണം, മാർക്കറ്റിംഗ് എബിലിറ്റി ഉള്ള ആൾക്കാർ വേണം, പ്രോപ്പറായിട്ട് ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ വേണം. ഫിനാൻഷ്യൽ മോഡലിംഗ് ഒട്ടുമേ കാണാത്തൊരു സാധനമാണ്. ഫിനാൻഷ്യൽ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ സിംപ്ലി ആഡ് അപ്പ് ദി കോസ്റ്റ് ഓഫ് ദ റോ മെറ്റീരിയൽസ് വിച്ച് ആർ ബീങ് യൂസ്ഡ് ഫോർ ദ പ്രോഡക്റ്റ്. അഗെയിൻ ഇപ്പോൾ ഇഫ് യുവർ പ്രോഡക്റ്റ് ഇസ് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടൊരു സാധനം പറയാം, ഒരു ഹെൽത്ത് കെയർ ഡിവൈസ് ആണ് എന്നുണ്ടെങ്കിൽ ചുമ്മാ അതിന്റെ സെൻസേഴ്സിന് ആഡ് ചെയ്യും, പ്രോസസർ ആഡ് ചെയ്യും, എന്തെങ്കിലും സ്ക്രീനോ ഡിസ്പ്ലേയോ ബാറ്ററിയോ ഇതിന്റെ എല്ലാത്തിന്റെയും കോസ്റ്റിന്റെ ഒരു സം എന്ന് പറയുന്നത് ആയിരിക്കില്ല നിങ്ങളുടെ പ്രോഡക്റ്റ് കോസ്റ്റ്. എന്നിട്ട് പറയും വൈൽ കമ്പയറിംഗ് ഇറ്റ് വിത്ത് ദി ആക്ച്വൽ പ്രോഡക്റ്റ് ദാറ്റ് ഇസ് എക്സിസ്റ്റിംഗ് ഇൻ ദ മാർക്കറ്റ്, ദാറ്റ് തിങ് കോസ്റ്റ് എത്ര, ഒരു 3000 രൂപ കോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 300 രൂപയ്ക്ക് ഈ സാധനം ഡെലിവർ ചെയ്യാൻ പറ്റും എന്നാണ് കുട്ടികളുടെ ലെവലിൽ. അത് ഒരിക്കലും ഒരു തെറ്റല്ല, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഈ 3000 രൂപ എങ്ങനെ അതിന് വന്നു പെട്ടു എന്നുള്ളത് ചിന്തിക്കുന്ന പോയിന്റിൽ നമ്മൾ പഠിച്ചു തുടങ്ങത്തുള്ളൂ. കാരണം ഒരിക്കലും ഒരു മെഡിക്കൽ ഡിവൈസിന്റെ ഈ കോമ്പണൻസ് എല്ലാം കൂടി അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു പ്രോഡക്റ്റ് ആക്കി ഇറക്കാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് അണ്ടർഗോ ത്രൂ സെവറൽ പ്രോസസ് ഓഫ് ടെസ്റ്റിംഗ്, അല്ലെ? പല ടെസ്റ്റിങ്ങും വാലിഡേഷനും കാര്യങ്ങളും വേണം. ഇലക്ട്രിക്കൽ നമ്മൾ എന്തെങ്കിലും ഒരു വെയറബിൾ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇലക്ട്രിക്കൽ ഷോക്കോ സാധനങ്ങളോ ഒന്നും തരുന്നില്ല, ഒരു സേഫ്റ്റി ടെസ്റ്റ് അതിന് വേണം, ഡ്രോപ്പ് ടെസ്റ്റ് നടക്കുന്നുണ്ടാവും. അങ്ങനെ പല പല ഫേസുകൾ കഴിഞ്ഞിട്ടാണ് ഫൈനലി ഒരു പ്രോഡക്റ്റ് ആസ് എ പ്രോഡക്റ്റ് ഇൻ മാർക്കറ്റ് വരുന്നത്. അപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് സാംസങ്ങോ അല്ലെങ്കിൽ ആപ്പിളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയോ, ഞാൻ ഈ ആപ്പിളിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഒരുപാട് തവണയായിട്ട് ആപ്പിളിന്റെ കാര്യം പറയുന്നുണ്ട്. ഐ ഡോണ്ട് യൂസ് എനി പ്രോഡക്റ്റ് ബൈ ആപ്പിൾ, ഐ എം നോട്ട് ദാറ്റ് റിച്ച്. ഓക്കെ, അപ്പോ പക്ഷേ ഒരു പ്രോഡക്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനീസ് നമുക്ക് തരുന്ന പ്രോഡക്റ്റ് എന്തുമാത്രം റിഫൈൻഡ് ആണെന്ന് നോക്കിയേ. സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പ്ലഗ് ചെയ്താൽ മതി, ബാക്കി വേറെ ഒന്നും വേണ്ട. അതും അതിനകത്തൊരു ഇൻസ്ട്രക്ഷൻ മാനുവലിന്റെ പോലും ആവശ്യമില്ല. അത് വർക്ക് ചെയ്യാൻ പറ്റുന്ന സിംപ്ലിസിറ്റിയോടെ ആയിരിക്കും ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തേണ്ടത്. സോ അങ്ങനെ ചെയ്യാൻ ഉറപ്പായിട്ടും മൾട്ടിപ്പിൾ സ്കിൽസ് ഉള്ള ആളുകൾ ഒന്നിച്ചു വന്നു കഴിഞ്ഞാലേ സംഭവിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒബ്സർവേഷൻ ആണ്.
അഗെയിൻ പലയിടത്തും എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാകാം. പക്ഷെ ടു സ്റ്റാർട്ട് വിത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് ടു ഹാവ് എ ടീം എന്നുള്ളതാണ്. രണ്ടാമത് ഒരു പോയിന്റും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. അതായത് ഒരു ഇൻവെസ്റ്ററിന്റെ ഫ്രണ്ടിൽ നമ്മൾ ചെന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ അവർ ഒരിക്കലും നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഐഡിയ എത്രത്തോളം നോവലാണ്, ഐഡിയയുടെ ഒരു ഇന്നോവേറ്റീവ് വാല്യൂ അല്ല നോക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യം ഡെലിവർ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ, റിയലിസ്റ്റിക് ആയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുകയാണ് ഐ എം ലോഞ്ചിങ് ആൻ ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു ടി വി ആണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറയുക, ഒരു സ്മാർട്ട് ടി വി ആണ് നമ്മുടെ പ്രോഡക്റ്റ്. എന്നിട്ട് പറയും എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെയിൽസ് വോളിയം. അപ്പോൾ നിങ്ങൾ പറയും 50 lakhs. അവിടെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദി ഏത് ജോഗ്രഫിയിലാണ് വിൽക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ പോപ്പുലേഷൻ എത്ര അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ തീർന്നു. പിന്നെ അവിടെ നമുക്ക് സ്ലൈഡൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് വരാം. ഓക്കെ, സോ റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റണം. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റർ പാനലിലേക്ക് പോകുമ്പോൾ അവരവിടെ ഡെഫിനറ്റ് ആയിട്ട് നോക്കുന്നത് നിങ്ങളുടെ ഐഡിയയുടെ ഒരു ഇന്നോവേറ്റീവ് എലമെന്റ് ഒന്നും അല്ല. നിങ്ങൾക്ക് ഇതിന് സിമിലർ ആയിട്ട് പ്രോജക്ട്സ് മുന്നേ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ, ഇതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ വർക്കാണ് ചെയ്തിരുന്നത്, ഇങ്ങനെയുള്ള കുറെ ആസ്പെക്ട്സ് നോക്കിയിട്ടാണ് നമ്മുടെ ഒരു ഫൈനൽ ഇവാലുവേഷനിലേക്ക് അവർ വരുന്നത്. സോ ടീം ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റാർട്ട് വിത്ത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ടീമായി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ഫൈൻഡ് എ റിഫൈൻഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ചുമ്മാ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് അല്ല, വളരെ ക്ലാരിറ്റി ഉള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനെ ഒരു സിംപ്ലസ്റ്റ് ലെവലിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആക്കി അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള, ഞാൻ ആദ്യം വർക്ക് ചെയ്ത കോളേജിലെ ഒരു പ്രോഡക്റ്റിന്റെ എക്സാമ്പിൾ ആണ്, പക്ഷെ ദാറ്റ് സ്റ്റിൽ റിമൈൻസ് ആസ് മൈ ഫേവറേറ്റ് എക്സാമ്പിൾ ഓഫ് ഹൗ നോട്ട് ടു ഡു തിങ്സ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റുഡൻസ് ചെയ്തുകൊണ്ടുവന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വാക്കിംഗ് സ്റ്റിക്ക് ആണ് ഫോർ ദ ബ്ലൈൻഡ്. ഓക്കെ, ആൻഡ് ദിസ് പ്രോഡക്റ്റ് കൺവേസ് ദ ഡിറക്ഷൻ ഫോർ ഇൻ-ഹൗസ് നാവിഗേഷൻ. ഒരു വീട്ടിനുള്ളിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒരു ഇൻഡോർ നാവിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഫോർ ബ്ലൈൻഡ് ആണ് ഇവർ ചെയ്തുകൊണ്ടത്. അപ്പോൾ ഹൗ ദിസ് പ്രോഡക്റ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ഇറ്റ്സ് യൂസേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ത്രൂ വൈബ്രേഷൻസ്. ഫ്രണ്ടിലേക്ക് നടക്കാനാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഒരു ആരോ ഇട്ടിട്ടുണ്ട്, അത് ഇവർക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കാൻ പറ്റും. അത് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഫ്രണ്ടിലേക്ക് പോകണം. സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ആരോസ് വൈബ്രേറ്റ് ചെയ്യും. ഇതിനുവേണ്ടി കുറെ ഡോറുകളിൽ സെൻസേഴ്സും സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് അവരൊരു പ്രോട്ടോടൈപ്പിനെയൊക്കെ സംഭവം എല്ലാം കാണിച്ചു. നമ്മൾ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടി എത്ര യൂസേഴ്സുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എത്ര ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തത്. their ആൻസർ വാസ് 0. അപ്പോൾ ഒരാളോട് പോലും ചോദിച്ചിട്ടില്ല, കണ്ണ് കണ്ടുകൂടാത്ത ഒരു വ്യക്തിക്ക് ഇൻഡോർ നാവിഗേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണോ അല്ലേ എന്ന് പോലും ചോദിച്ചിട്ടില്ല, അല്ലെ? ചിലപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോബ്ലം അല്ലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്തത്? ഇവരുടെ അസംഷനെയാണ് സോൾവ് ചെയ്തത്, റിയൽ പ്രോബ്ലത്തിനെ അല്ല, അല്ലെ? സോ ഇത്രയും ടെക്നിക്കൽ ഒരു കോംപ്ലക്സിറ്റി ഉള്ളൊരു സാധനം ചെയ്തെടുത്തിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം സമൂഹത്തിൽ എക്സിസ്റ്റേ ചെയ്യുന്നില്ല എന്ന് അറിയുമ്പം ഉണ്ടാകുന്ന ഒരു രോഷം ഉണ്ടല്ലോ, അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ എക്സിസ്റ്റ് ചെയ്യാത്തൊരു പ്രോബ്ലത്തിനാണ് ഇവര് എന്ത് ചെയ്തത്, ഇവർ സോൾവ് ചെയ്തത്. പക്ഷെ ഇതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകാം. അതിന് വളരെ സിമ്പിൾ ടെക്നോളജി സൊല്യൂഷൻസ് നമ്മുടെ കയ്യിലും ഉണ്ടാവാം. പക്ഷെ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദർ ഷുഡ് ബി കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് എംപതൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. ആ റിഫൈൻഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അഗെയിൻ ഐ വോണ്ട് ടു സ്ട്രെസ് അപ്പോൺ, ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ആക്സിഡൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ആക്സിഡൻസ് എന്ന് ജനറലി പറയുന്നതിന് പകരം ഒരു റെയിനി ഡേ അല്ലെങ്കിൽ റെയിനി നൈറ്റിൽ സ്കിഡ് ചെയ്ത് റോഡ് വെറ്റായത് കൊണ്ട് സ്കിഡ് ചെയ്ത് കാരണം ഉണ്ടാകുന്ന ബൈക്ക് ആക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് റിഫൈൻഡ്. സോ ദിസ് ഇസ് ഹൗ യു മേക്ക് സ്മോൾ സബ്സെറ്റ്സ്. ഈ ചെറിയ പ്രോബ്ലം ആണ് നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. നിങ്ങൾ ഈ നാഷണൽ ലെവൽ സാധനങ്ങളൊന്നും പിടിക്കണ്ട. ഓക്കെ, വലിയ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിനെ എടുത്തിട്ട് അതിനെ ഏറ്റവും മിനിമൽ ആയിട്ട് കട്ട് ഡൗൺ ചെയ്ത് ചെറുതാക്കി കൊണ്ടുവന്നിട്ട് ആ ചെറിയ സാധനത്തിനെ സോൾവ് ചെയ്താൽ മതി. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ഹ്യൂജ്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ടീമാണ്. സെക്കൻഡ് പോയിന്റ് ഇസ് റിഫൈൻഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ഈ റിഫൈൻഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എഗെയിൻ അതിനകത്ത് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയത്തും ആക്ച്വൽ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് ഞാൻ ഈ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡർ ഇന്ററാക്ഷനിൽ കൂടിയും കിട്ടിക്കൊള്ളണമെന്നില്ല. യു വിൽ മീറ്റ് ആൻഡ് ടേക്ക് നോട്ട്സ് ഫ്രം
whatever cross section of stakeholders possible. Yet നമുക്ക് അതിനകത്തുനിന്ന് ചിലപ്പം സാധനം കിട്ടിക്കൊള്ളുന്നില്ല. സോ ഇറ്റ് ഇസ് ഒരു കൈൻഡ് ഓഫ് കോംപ്ലക്സ് സാധനമാണ്. പക്ഷെ അത് നമ്മൾ മിക്കവാറും എപ്പോഴും അണ്ടർ വാല്യൂ ചെയ്താണ് വിടാറുള്ളത്. ഇപ്പോൾ ഒരു നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻറി ഫോർഡിന്റെ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹെൻറി ഫോർഡ് വൈൽ മേക്കിംഗ് ഹിസ് ഓട്ടോമൊബൈൽ, അദ്ദേഹം പറഞ്ഞു, ഇഫ് ഐ ഹാഡ് ഡൺ എ സർവേ and if I had went on to meet people and asked what is the kind of change that you want in your mode of transport എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they would have asked for faster and stronger horses. ആ സമയത്തുള്ള ആൾക്കാർക്ക് അതേ അറിയുള്ളൂ അല്ലെ. അപ്പൊ അവർക്ക് ഒരിക്കലും ഇതുപോലെ ഒരു എഞ്ചിൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു 4 വീല് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഓട്ടോമൊബൈൽ ഉണ്ടാക്കി തരണം എന്ന് പറയാൻ അറിയില്ല. സോ അറ്റ് ടൈംസ് പീപ്പിൾ ഓൺലി നോ വാട്ട് ദേ വാണ്ട് ഓൺലി വെൻ വി ഷോ ദം. ഓക്കെ, സോ അതറിയണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഐഡന്റിഫൈ ദ ലേറ്റന്റ് നീഡ്സ് ഓഫ് യുവർ കസ്റ്റമേഴ്സ്. അൺഎക്സ്പ്രസ്ഡ് ആയിട്ടുള്ള നീഡ്സ് എന്താണ് എന്നുള്ളത് അവരിൽ, അത് ഇമ്മേഴ്സീവ് ആയിട്ട് ഒരു നല്ല ടീഡിയസ് പ്രോസസ്സാണ്, എക്സോസ്റ്റീവ് പ്രോസസ്സാണ്. ടെക്നിക്കലി ഒരു കാര്യം സോൾവ് ചെയ്യുന്നതിനേക്കാൾ ഡിഫിക്കൽട്ട് ആണെന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. എന്താണ് നമ്മുടെ കസ്റ്റമറിന് വേണ്ടത് എന്നുള്ളത് തിരിച്ചറിയാം. ദാറ്റ് ഇസ് യു ഹാവ് ടു ഐഡന്റിഫൈ ദ ലേറ്റന്റ് നീഡ്സ് ഓഫ് യുവർ കസ്റ്റമേഴ്സ്. എക്സ്പ്രസ്ഡ് നീഡ്സ് ഡയറക്ട്ലി യു ക്യാൻ ടേക്ക്. സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളതാണ് പ്രോഡക്റ്റ് സർവേക്ക് വേണ്ടിയിട്ട് ഗൂഗിൾ ഫോംസ് ഇടും. എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. ഗൂഗിൾ ഫോം നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടെൻഡൻസി എന്താണ്? സൈക്കോളജിക്കലി അത് എത്രയും പെട്ടെന്ന് തീർത്ത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഫീലിംഗ്. ഇഫ് ഐ എം ഗെറ്റിംഗ് എ ഗൂഗിൾ സർവേ, പെട്ടെന്ന് അതിനകത്തുള്ള ആൻസേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇതാണ് എൻ്റെ ഫീലിംഗ്. അവിടെ ഞാൻ ഒരു ഓണസ്റ്റ് റിഫ്ലക്ഷൻ ഒന്നും ഇടുന്നില്ല. സോ ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ സച്ച് കൈൻഡ് ഓഫ് ടൂൾസ് ഫോർ ഗ്യാതറിംഗ് ഡേറ്റ. പകരം ഹാവ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. യെസ്, നെക്സ്റ്റ് പോയിന്റ് ഇസ്, ഇതാരും മേടിക്കും? Who will buy your product? This is something very, very important. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കില്ല ഇത് ആരെങ്കിലും മേടിക്കുന്ന സാധനമാണോ മേടിക്കാത്ത സാധനമാണോ. ഞാൻ അഗെയിൻ ഒരു എക്സാമ്പിൾ പറയാം. കുറച്ച് പോളിടെക്നിക് സ്റ്റുഡൻസ് ചെയ്തുകൊണ്ടുവന്ന ഒരു സുന്ദരം പ്രോഡക്റ്റ് ആണ്. ദ പ്രോഡക്റ്റ് ഇസ് എ പേപ്പർ വെൻഡിങ് മെഷീൻ. A4 സൈസ് പേപ്പർ വെൻഡിങ് മെഷീൻ ആണ് പ്രോഡക്റ്റ്. അതായത് എന്താണ്, കോയിൻ ഇട്ട് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് A4 സൈസ് പേപ്പേഴ്സ്. Who will buy this? ഇത് ആര് മേടിക്കും എന്നുള്ളത് ഒന്ന് ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യാവോ? Who will buy paper vending machines? College students, ഒന്ന് ആലോചിക്കേ, നമ്മളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നിട്ട് നമ്മളൊരു പേപ്പർ വെൻഡിങ് മെഷീൻ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് ഒരു 100 പേപ്പർ കാശ് കൊടുത്ത് മേടിച്ച് ഈ മെഷീനകത്തോട്ട് കയറ്റി, എന്നിട്ട് പിന്നെ ഇതിനകത്തുനിന്ന് പേപ്പർ എടുക്കാം, നമ്മൾ തന്നെ മെഷീനിൽ കോയിൻ ഇട്ട് നമ്മൾ എടുക്കുമോ? നമ്മുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് തന്നെ നമ്മൾ എന്ത് വിചാരിക്കും? സ്റ്റുഡൻസ് ഈ സാധനം മേടിക്കും എന്നുള്ളതാണ് നമ്മുടെ തോട്ട് അല്ലേ? അവിടെ ആ ഒരു തോട്ട് പ്രോസസ്സിനോടൊപ്പം കുറച്ച് സമയം സഞ്ചരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എവിടെയോ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. സ്റ്റുഡൻസ് അത് മേടിച്ചോളും എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്യൂരിയോസിറ്റി ഇതിനെ എങ്ങനെ ടെക്നിക്കലി സോൾവ് ചെയ്യാം എന്നുള്ളതായിരിക്കും. ഓക്കെ, ടെക്നിക്കലി സോൾവബിൾ ആണ്, ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഒരു പേപ്പർ നമ്മുടെ നോർമൽ പ്രിന്ററിനകത്ത് കയറുന്ന അതേ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പേപ്പർ തിരിച്ചെടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനത്തെ ഒരു നീഡ് റിയലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. നമ്മൾ ഇത്രയും ടെക്നിക്കൽ കേപ്പബിലിറ്റി ഉണ്ടായിട്ടുള്ള ആൾക്കാരാകുമ്പോൾ ഇനി കോളേജ് സ്റ്റോർ അത് മേടിക്കോ എന്നുള്ളത് എഗെയിൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു മെഷീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും? എങ്ങനെ പോയാലും 2000 രൂപയിൽ കുറച്ചിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രോഡക്റ്റ് ആയിട്ട് വിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ശരി ലെറ്റ്സ് സേ 1000 രൂപ, 1000 രൂപയ്ക്ക് നമ്മുടെ കോളേജ് ഈ പ്രോഡക്റ്റ് മേടിച്ച് വയ്ക്കുമോ? നമ്മുടെ പിള്ളേർക്ക് തന്നെ കോയിൻ ഇട്ട് പേപ്പർ എടുക്കാൻ വേണ്ടി? അതോ അവർ കോളേജ് സ്റ്റോറിൽ നോർമൽ പേപ്പർ വെച്ചിട്ട്, എന്തായാലും അവിടെ ഒരാളിരിപ്പുണ്ട് ഇല്ലേ, സ്റ്റോർ കീപ്പ് ചെയ്യാനായിട്ട് സ്റ്റോർ കീപ്പർ ഉണ്ട്, അദ്ദേഹം പേപ്പർ വേണ്ടി കൊടുക്കുന്നതാണോ അതോ മെഷീനിൽ കൂടെ എടുക്കുന്നതാണോ താല്പര്യം? സോ നമുക്ക് എഗെയിൻ പറയാം, രാത്രി ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയാൾക്കപ്പം സ്റ്റോർ കീപ്പർ ഇല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊന്നും ഒരു ലെജിറ്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ളതിനെ ഹാക്ക് ചെയ്ത് വേണം ഞാൻ പറഞ്ഞ ആ റിഫൈൻഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിലേക്ക് എത്താൻ. ഓക്കെ, സോ ആരാണ് നമ്മുടെ പ്രോഡക്റ്റ് മേടിക്കാൻ പോകുന്ന കസ്റ്റമർ, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് പർച്ചേസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള? ഈ ഇടയ്ക്ക് നമ്മുടെ ബെൻസിന്റെ ഷോറൂമിലെ സെയിൽസ് മാനേജർ ഹാപ്പൻ ടു ബി എൻ്റെ ഒരു പഴയ സുഹൃത്താണ്, അവിടെ സെയിൽസ് മാനേജർ ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ നമ്മുടെ ഒരു കോൺവെർസേഷനിൽ പറഞ്ഞതാണ്, ഒരു 2-3 മാസത്തെ റെഗുലർ ഫോളോ അപ്പിന് ശേഷം ഒരു ബാങ്ക് മാനേജറിനെ കൊണ്ട് ബെൻസ് കാർ മേടിക്കാമെന്ന് പുള്ളി സമ്മതിപ്പിച്ചു. ഈ 3 മാസം കഴിഞ്ഞ് പുള്ളി സമ്മതിപ്പിച്ചപ്പോഴാണ് പുള്ളി പറയുന്നത്, ഭാര്യ എസ് പറഞ്ഞാലേ കാർ മേടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ,
സോ ആരാണ് ഈ പ്രോഡക്റ്റ് മേടിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് മേടിക്കാനുള്ള ഇൻഫ്ലുവൻസുകൾ എവിടെ നിന്നൊക്കെയാണ് വരേണ്ടത് എന്നുള്ളത് ഒരു വളരെ എസെൻഷ്യൽ ആയിട്ട് കാര്യം. അവിടെയാണ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് ദ കൺസ്യൂമർ. കസ്റ്റമറും കൺസ്യൂമറും സെയിം ആവുന്ന കേസുകളുണ്ട്, കസ്റ്റമറും കൺസ്യൂമറും ഡിഫറെന്റ് ആവുന്ന കേസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ കിൻഡർ ജോയ് ആസ് എ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ ആൻഡ് കൺസ്യൂമർ രണ്ടും വ്യത്യസ്തമാണ് അല്ലെ. കൺസ്യൂമർ എന്ന് പറയുന്നത് കുട്ടികളാണ്, പക്ഷെ അവരല്ല അത് മേടിക്കുന്നത്, പേരൻസ് ആണ് അല്ലെ. സോ നമുക്ക് ചില കേസുകളിൽ നമുക്ക് കസ്റ്റമറിനെയും കൺസ്യൂമറിനെയും കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുള്ള കേസുകൾ വരും. ചില കേസുകളിൽ കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പല പല മോഡൽസ് വരും. സോ ഡെഫിനറ്റ്ലി ഇതിലൊക്കെ ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ ഇടാതെ നമ്മളൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ there are good possibilities that it may not reach the way in which we intended it to be. Okay, next point ആണ്, അതായത് നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തു, നമുക്കൊരു ടീം ഉണ്ടായി, എന്നിട്ട് നമ്മളൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നല്ല വൃത്തിയായിട്ട് കണ്ടെത്തി കൊണ്ടുവന്നു, അത് മേടിക്കാൻ ആൾക്കാരുണ്ടോ എന്നുള്ളത് നോക്കി. അതായത് ഇങ്ങനൊരു സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ അത് മേടിക്കാൻ ആളുണ്ടാവൂ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ഇനി വേണം നമ്മൾ എന്ത് സൊല്യൂഷൻ അവിടെ കൊണ്ടുവരും എന്നുള്ളത് ചിന്തിക്കേണ്ടത്. പക്ഷെ അതായത് ഇവിടെയാണ് ആ ഐഡിയേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ലോജിക് അപ്ലൈ ചെയ്യാം, ഈ പ്രോഡക്റ്റിനെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ എന്ത് ടെക്നോളജി യൂസ് ചെയ്യാം, ഇതെല്ലാം ഇവിടെ മാത്രമേ വരാൻ പാടുള്ളൂ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നോളജിക്കൽ സൈഡ് അല്ലെങ്കിൽ സൊല്യൂഷൻ സൈഡ് നമ്മുടെ മൈൻഡിൽ ഇതിന് മുന്നേ കിടന്നിങ്ങനെ തിരതല്ലിക്കൊണ്ടേയിരിക്കും പുറത്തേക്ക് വരാൻ വേണ്ടി. പ്രോബ്ലത്തിനോടൊപ്പം നമ്മൾ സൊല്യൂഷനും പറഞ്ഞായിരിക്കും വരുന്നത്. ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ കോളേജസിൽ ഈ ഡിസൈൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന പേപ്പറിൽ ആദ്യമായിട്ട് ചോദിക്കും, നമ്മുടെ ഒരു റെഗുലർ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, നമ്മുടെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന് വരാന്തയിൽ വെച്ചിട്ട് പോകും, അതിനെ എങ്ങനെ എടുത്തോണ്ട് അകത്ത് പോകും, ഇത് പോകാനായിട്ടുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്താണ് എന്ന് ചിന്തിക്കുമ്പം പലരും പല സാധനങ്ങൾ പറയും. വീല്, ബേസ്, കാരിയർ, അത് ഇത്. അങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ വർഷവും നടത്തി കഴിഞ്ഞാൽ സ്ഥിരം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഒരു റോബോട്ടിക് ആം. ഗ്യാസ് കുറ്റി എടുത്തുകൊണ്ട് അടുക്കളയിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ്. ഈ റോബോട്ടിക് ആം എവിടെ? അടുക്കളയിൽ നിന്ന് വരും റോബോട്ടിക് ആം വരാന്ത വരെ, എന്നിട്ട് ഇതിനെ എടുത്തു കൊണ്ടുപോയി അവിടെ കൊണ്ടുവയ്ക്കും. പിന്നെ മറ്റേ ഇലക്ട്രോമാഗ്നറ്റിക് പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള സകലമായ സാധനങ്ങൾ നമ്മളെടുത്ത് ഈ സൊല്യൂഷനകത്തോട്ട് അപ്ലൈ ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനിൽ നമ്മൾ വേണ്ടാത്ത ടെക്നോളജി എടുത്തിടുന്നതിനെയാണ് ടെക്നോളജി പുഷ് എന്ന് പറയുന്നത്. ഓക്കെ, സിംപ്ലി സെർച്ച് ഫോർ ടെക്നോളജി പുഷ്, യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് തിങ്. ഓക്കെ, ടെക്നോളജി ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ചുമ്മാ ടെക്നോളജി എടുത്ത് കുത്തിക്കയറ്റി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. സോ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ് സംഭവിക്കേണ്ടത്. വേർ വിൽ ബി ഡൂയിങ് സീരിയസ് ബ്രെയിൻ സ്റ്റോമിങ് ആൻഡ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഐഡിയേഷൻ എക്സസൈസസ് ഒരുപാടുണ്ട്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് തിങ്സ്. എനിക്ക് തോന്നുന്നു ലൈഫ് സ്കിൽസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും 6 തിങ്കിങ് ഹാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെത്തഡോളജി, മൈൻഡ് മാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെത്തഡോളജീസ് ഉണ്ട് സ്ട്രക്ചേർഡ് ആയിട്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നമുക്ക് ഭയങ്കര സ്ട്രോങ് ഫീലിംഗും കോൺഫിഡൻസും ഒക്കെ ആയിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് എക്സലന്റ് ആണ്. പക്ഷെ ജസ്റ്റ് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ടൂളും വെച്ചിട്ട് നിങ്ങളുടെ ടീം തന്നെ ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബെറ്റർ, നല്ലൊരു രീതിയിൽ അത് ഇവോൾവ് ചെയ്യാനുള്ള സാധ്യതയാണ്. ദ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾസ് കാണിക്കുന്ന ഒരു സ്ലൈഡാണ്. നമ്മൾ ആദ്യം വർക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് ഒരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ആയിരിക്കും. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം മതിയാകും, ഡേയ്സ് മാത്രം മതിയാകും. പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ച്വൽ മോഡൽ ഒന്നും ആണെന്നില്ല. ഇപ്പോൾ ഒരു മെക്കാനിക്കൽ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് യൂസിങ് പേപ്പർ, ദാറ്റ് ഇസ് ഫൈൻ. അടുത്ത ലെവലിൽ നമ്മൾ കുറച്ച് വീക്സ് എടുത്ത് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് മോഡലിനെയാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. വേർ യു വിൽ ഡെമോൺസ്ട്രേറ്റ് ദ വർക്കിംഗ് വിത്ത് മിനിമൽ മേ ബി സെൻസേഴ്സും കാര്യങ്ങളും. ആക്ച്വൽ പ്രോഡക്റ്റിൽ അതായിരിക്കില്ല യൂസ് ചെയ്യുന്നത്, പക്ഷെ കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ കൺവിൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രോട്ടോടൈപ്പ്. ദെൻ ഇറ്റ് കംസ് ടു മിനിമം വയബിൾ പ്രോട്ടോടൈപ്പ് ഓർ മിനിമം വയബിൾ പ്രോഡക്റ്റ്, MVP എന്ന് പറയും. ഇതെല്ലാം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഒരു പ്രോഡക്റ്റിന്റെ മിനിമം ഫീച്ചേഴ്സ് മാത്രം വെച്ചുകൊണ്ട് ലോഞ്ച് ചെയ്യുന്നതിനാണ് മിനിമം വയബിൾ പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം വാട്സാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കണ്ടിരുന്ന വാട്സാപ്പ് അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. ഡെഫിനറ്റ്ലി ഒരുപാട് ചേഞ്ചസ് വന്നു അല്ലേ. 2010-11 കാലഘട്ടത്തിൽ ഇറങ്ങുന്ന വാട്സാപ്പിനകത്ത് ഡെലിവറി സ്റ്റേറ്റസ് അറിയാൻ വേണ്ടി സിംഗിൾ ടിക്ക്, ഡബിൾ ടിക്ക്, ബ്ലൂ ടിക്ക് ഒന്നും ഇല്ല. അല്ലെങ്കിൽ വീഡിയോ കോൾസ് ഇല്ല, ഓഡിയോ കോൾ ഇല്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റോറീസ് എന്ന് പറയുന്ന സംഭവം വന്നത്? വെൻ ഫേസ്ബുക്ക് ബോട്ട് ഇൻസ്റ്റാഗ്രാം ആൻഡ് വാട്സാപ്പ്, സ്റ്റോറീസ് എന്ന് പറയുന്ന 3 റിഫ്ലക്ട് ചെയ്ത് വന്നതാണ് അല്ലേ.
ഇതുപോലത്തെ ചേഞ്ചസ് എല്ലാം വരുത്തിയതിന് ശേഷം ഞാൻ എൻ്റെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാം എന്ന് വാട്സാപ്പ് വിചാരിച്ചിരുന്നെങ്കിൽ അതിന് മുന്നേ തന്നെ മറ്റു കമ്പനികൾ വന്ന് ഈ കസ്റ്റമേഴ്സിനെ കംപ്ലീറ്റ് അങ്ങ് അട്രാക്ട് ചെയ്തെടുത്തേനെ അല്ലേ. ഇന്ന് പുതിയൊരു കമ്പനിക്കും അട്രാക്ട് ചെയ്ത് വരാൻ പറ്റാത്ത അത്രയും സോളിഡ് ആയിട്ട് വാട്സാപ്പ് ആ ഒരു കംപ്ലീറ്റ് ഇൻഡസ്ട്രിയിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു മിനിമം വയബിൾ മോഡലാണ്. അഗൈൻ സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ അപ്ഗ്രേഡ്സ്. ഹാർഡ്വെയർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് അപ്ഗ്രേഡ് വിൽ ബി വെരി വെരി ഡിഫിക്കൽട്ട് ഇസ് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഹാർഡ്വെയറിൽ നമുക്ക് ഈ പറയുന്ന പോലുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റില്ല. ആൻഡ് ഫൈനലി ഇതും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്, വിച്ച് ഇസ് ദി ഫൈനൽ സ്റ്റേജ്. യെസ്. സോ ഈ അപ്പൊ നമ്മുടെ കയ്യിൽ ടീമുണ്ട്. രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ റിഫൈൻഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്തു. ഏത് കസ്റ്റമറാണ് ഇത് മേടിക്കുന്നതെന്നുള്ളത് കണ്ടെത്തി. അതിനുശേഷം ഒരു സൊല്യൂഷനും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം, ഈ ഐഡിയ ആരെങ്കിലും വാലിഡേറ്റ് ചെയ്ത് തരണം. അതായത് ഇത് സംബഡി ഷുഡ് സേ ദാറ്റ് ദിസ് ഇസ് ട്രൂ. അല്ലെങ്കിൽ ആര് മേടിക്കും എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ചിന്തിച്ചെടുത്തിരുന്നു. അയാളുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ചേട്ടാ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പ്രോഡക്റ്റ്, ഇതിന് 25 രൂപയാണ് വില എന്ന് പറയുമ്പോൾ പുള്ളി മുഖം ചുളിക്കാതെ ഈ സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് യുവർ പ്രോഡക്റ്റ് ഇസ് കൈൻഡ് ഓഫ് ഗുഡ് അല്ലേ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് മേടിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണ്. അല്ല, ഇപ്പോൾ ഐഡിയ വാലിഡേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലിമെന്റ് where again you have to do a lot of communication with നമ്മുടെ പിയർ ഗ്രൂപ്പ് ആയിട്ട്, നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിന് തന്നെ. നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ പ്രോഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നുള്ള ഓണസ്റ്റ് ഒപ്പീനിയൻ എടുക്കാൻ ശ്രമിക്കുക. ഓ ഇനിയിപ്പോ ഇവൻ പറഞ്ഞാൽ ഫീൽ ആവുമോ എന്ന് വിചാരിച്ച് അവര് കൊള്ളാടാ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എടുക്കരുത്. സീരിയസ് ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്ത് ഒരാൾ മേടിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലാബിൽ കൊണ്ടുപോയി അതിന്റെ ടെക്നിക്കൽ വാലിഡേഷൻ നടത്തുക. ഈ പറയുന്ന പ്രോസസ്സുകളൊക്കെയാണ് ഈ ഒരു ഫേസിൽ വരുന്നത്. ഓക്കെ, ഇഫ് യുവർ പ്രോഡക്റ്റ് ഇസ് എ ഹെൽത്ത് കെയർ പ്രോഡക്റ്റ്, അത് ഇനി നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പോസിബിൾ ആണോ അല്ലേ എന്ന് പറഞ്ഞ ഒരു ലാബ് സർട്ടിഫൈ തന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര സോളിഡ് ആയ ഒരു ഡോക്യുമെന്റ് ആണ് അല്ലേ. അത് വെച്ചുകൊണ്ട് യു ക്യാൻ അപ്രോച്ച് ഏജൻസീസ്, അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കാവുന്നതാണ്. സോ ഫിഫ്ത്ത് പോയിന്റ് ഇസ് ഐഡിയ വാലിഡേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഗെറ്റ് ഫീഡ്ബാക്ക് ആൻഡ് ഐട്രേറ്റ് കണ്ടിന്യൂസ്ലി. എന്തെങ്കിലും ഒരു ഫ്ലോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ അതിനകത്ത് നമ്മൾ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് പറയുന്നുണ്ടെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആൻഡ് കണ്ടിന്യൂസ്ലി യുവർ ഫോക്കസ് ഷുഡ് ബി ടു ഇംപ്രൂവ് ദി നമ്പർ ഓഫ് കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂട്ടുക എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ തന്നെ നമ്മൾ റിഫൈൻ ചെയ്ത് ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അഗെയിൻ ഒരുപാട് ആസ്പെക്റ്റുകൾ, മാർക്കറ്റിംഗ്, സെയിൽസ്, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. പക്ഷെ കോളേജിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രേസി ആയിട്ടുള്ള വൈൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയയെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഈ ഒരു 6 പോയിന്റ്സിലൂടെയും ഞാൻ ഇപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്തത്. ഒന്നുകൂടി പറയാം. ദ ഫസ്റ്റ് വൺ ഇസ് ടീം, സെക്കൻഡ് വൺ ഇസ് എ റിഫൈൻഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, തേർഡ് പോയിന്റ് ഇസ് ഹൂ വിൽ ബൈ ദിസ് പ്രോഡക്റ്റ്, ആരാണ് നമ്മുടെ ആക്ച്വൽ കസ്റ്റമർ. ഫോർത്ത് വൺ ഇസ് ദി സൊല്യൂഷന്റെ അവിടെ എത്തി മാത്രം വേണം നമ്മൾ ടെക്നോളജിയെ പറ്റിയൊക്കെ ചിന്തിക്കാൻ. സൊല്യൂഷന് പല ഫേസസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം, POC, പ്രോട്ടോടൈപ്പ്, MVP, പ്രോഡക്റ്റ്. ഫിഫ്ത്ത് ആണ് ഐഡിയ വാലിഡേഷൻ ആൻഡ് ദ ഫസ്റ്റ് കസ്റ്റമർ, ആക്ച്വലി കാശ് തന്ന് ആരാണ് ഇത് മേടിക്കുന്നത്. സിക്സ്ത് സ്റ്റേജസ് ഇംപ്രൂവ് യുവർ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ബൈ കണ്ടിന്യൂസ്ലി ഗെറ്റിംഗ് ഫീഡ്ബാക്ക് ആൻഡ് ഐട്രേറ്റിംഗ് ഓൺ യുവർ പ്രോഡക്റ്റ്. സോ പണ്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ഫിസിക്കൽ എന്തെങ്കിലും ഒരു സംഭവം ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു എന്താ പറയുന്നത്, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു ആംഗിളിൽ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അംബ്രല അല്ലെ. എല്ലാ മഴക്കാലം ആകുമ്പോഴേക്കും നമ്മുടെ ജോൺസും പോപ്പിയും കൂടി ബ്ലൂടൂത്തും വൈഫൈയും ഹെലികോപ്റ്ററും എല്ലാം ആഡ് ചെയ്തുകൊണ്ട് പല ഇന്നോവേഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മുടെ അംബ്രലാസ് നമ്മുടെ ഇവിടെ വരുന്നത് അല്ലെ. ഇപ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ ഞാനൊരു അംബ്രല കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ഞാൻ ചെയ്യുന്നത്? ഞാൻ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യും, കുറെ ടെക്നോളജി നോളജ് ഞാൻ ഗ്യാദർ ചെയ്യും, കുറെ ആൾക്കാരെ ഞാൻ ഹയർ ചെയ്ത് ഒരു സ്പേസ് കണ്ടെത്തി, സ്പേസും ഹയർ ചെയ്ത് അതിന്റെ ഓപ്പറേഷണൽ എക്സ്പെൻസും എല്ലാം വഹിച്ചുകൊണ്ട് ഈ ആൾക്കാരെ അവിടെ കൊണ്ടുവന്നിരുത്തി റോ മെറ്റീരിയൽസ് കൊടുത്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിന്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് ആയ കോസ്റ്റിനോടൊപ്പം ഒരു പ്രോഫിറ്റും കൂടി ഇട്ട് ഇത് മാർക്കറ്റിൽ വിറ്റാണ് ഞാൻ എൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ. പക്ഷെ ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫിസിക്കൽ പ്രോഡക്റ്റിന്റെ ആവശ്യം തന്നെ ഇല്ല. ഈ ഒരു ഇമേജ് നിങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള സാധനമായിരിക്കും.
these all are companies that generates revenue in multi-billion dollars without having a physical infrastructure of their own. അല്ലെ, സ്വന്തമായിട്ടൊരു ഫിസിക്കൽ പ്രോഡക്റ്റ് വെച്ചിട്ട് അല്ലാണ്ട് ഇന്റർനെറ്റിനെ ലെവറേജ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്ന കുറെ കമ്പനീസ് ആണ് ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഐ ഗസ് എല്ലാ പേരുകൾ തന്നെ ദേ എക്സ്പ്ലെയിൻസ് ഫോർ ദംസെൽവ്സ് എന്നുള്ളത്. എയർബിഎൻബിയുടെ ആക്ച്വൽ ഇന്ത്യൻ വേർഷൻ ഓയോ റൂംസ് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ബുക്സും കൂടി റെഫർ ചെയ്യാം, ഐ മീൻ മെൻഷൻ ചെയ്യാം, which will be really handy for you people to pursue your career. Doesn't matter if it is an entrepreneurial career or not. The first one is Start with Why by Simon Sinek. വളരെ പോപ്പുലർ ആയിട്ടുള്ള പുസ്തകമാണ്, ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലർ ആണ്. അഗെയിൻ TED Talk by Simon Sinek is also very popular. The one thing, അറ്റ് എ ടൈം ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് കൺവേ ചെയ്യുന്ന ഒരു ഈസി റീഡാണ് വൺ തിങ് എന്ന് പറയുന്നത്. അഗെയിൻ ദീസ് ആർ ദ ബുക്സ് വിച്ച് യു ഷുഡ് ഗിവ് ഇറ്റ് എ ട്രൈ അറ്റ്ലീസ്റ്റ് വെൻ യു ആർ ഇൻ ഈ ഒരു ഗ്രാജുവേഷൻ ഫേസിലുള്ളപ്പോൾ തന്നെ വായിച്ചു കഴിഞ്ഞാൽ ഇമ്പാക്ട് തരുന്ന കുറച്ച് സാധനങ്ങളാണ്. ഡിസിപ്ലിൻ ഓൺടർപ്രണർഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, ബിൽ ഓലറ്റ് എന്ന് പറയുന്ന അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇതിനകത്ത് ഒരു 24 steps to ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സൈക്കിൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട്. ഇത് അത്ര ഈസി റീഡ് അല്ല, കുറച്ച് ഓൺടർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ ഒരു റിയൽ ഗ്രോത്ത് പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പുസ്തകമാണ്. അഗെയിൻ ഇറ്റ് ഇസ് അവൈലബിൾ ഓൺലൈൻ കേട്ടോ, ഇത് ഇ ബുക്ക് ആയിട്ടും അവൈലബിൾ ആണ്, ഫ്രീ ആണ്. ആൻഡ് ബിസിനസ് മോഡൽ ജനറേഷൻ, വൺസ് യു ഹാവ് ഡൺ ഓൾ യുവർ പ്രോഡക്റ്റ് ആൻഡ് എവറിത്തിങ് റൈറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയ ഒക്കെ ആയി കഴിഞ്ഞാൽ അലക്സാണ്ടർ ഈസ്റ്റർവെൽഡറിന്റെ ബിസിനസ് മോഡൽ ജനറേഷൻ എന്ന് പറയുന്ന പുസ്തകം ഒരുപാട് ഇതുപോലത്തെ സിമ്പിൾ ഇമേജസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഹൗ യു ക്യാൻ എക്സ്പാൻഡ് യുവർ പ്രോഡക്റ്റ് ഇൻ ടു എ സക്സസ്ഫുൾ ബിസിനസ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന പുസ്തകമാണ്. ബിസിനസ് മോഡൽ ജനറേഷനെ ചുറ്റിപ്പറ്റിയുള്ള വർക്ക്ഷോപ്സും ബിസിനസ് മോഡൽ ക്യാൻവാസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സെഷൻസും വർക്ക്ഷോപ്സും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. very popular book, I guess everybody might be knowing it. Rich Dad Poor Dad by Robert Kiyosaki. Again നേരത്തെ പറഞ്ഞ ഫിനാൻസ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ മലയാളികൾ വളരെ വീക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ പേരന്റ് ജനറേഷനിൽ നിന്ന് മാത്രം അക്വയർ ചെയ്ത് പോകുന്നതാണ്. ആൻഡ് ദാറ്റ് ഇസ് ദി റീസൺ വൈ റിച്ച് ഇസ് ബിക്കമിങ് റിച്ചർ, poor is becoming poorer, and middle class is still the same എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. അഗെയിൻ ഈ ഒരു ബുക്ക് നമുക്ക് അതിനകത്ത് നല്ല രീതിയിൽ കുറെ ഇൻപുട്ട് ഇടും. സോ യെസ്, അത്രയും വെച്ചുകൊണ്ട് വി ആർ കൺക്ലൂഡിങ് ദ സെഷൻ ടുവേർഡ്സ് അവർ കൺക്ലൂഷൻ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ അതിനുവേണ്ടി എപ്പോഴാണോ നമ്മൾ ആക്ട് ചെയ്ത് തുടങ്ങുന്നത് അപ്പം മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഐ ഹാവ് ആൻ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഐഡിയ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും തുടങ്ങിയിട്ടില്ല, വി ആർ എ സീറോ എന്നുള്ളതാണ്. 0 to 1 is the biggest step. 0 to 1 is another book which I can include in the reference കേട്ടോ. 0 to 1 by Peter Thiel. ഓക്കെ, 0 to 1 ആണ് ഏറ്റവും വലിയ ഡിഫറൻസ്. അത് കഴിഞ്ഞ് 1 to n എന്ന് പറയുന്ന സ്കെയിലിംഗ് വിൽ ഹാപ്പൻ വെരി ഫാസ്റ്റ്, അല്ലെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് നടക്കും. 0 to 1 എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ഇസ് വെയർ യു ഷുഡ് പുട്ട് യുവർ എഫേർട്സ് ഓൺ. ഓക്കെ, യെസ്. സോ അത്രയുമാണ് എൻ്റെ സെഷനിൽ ആക്ച്വലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് മൈ കോൺടാക്ട് ഡീറ്റെയിൽസ്. യു ക്യാൻ കണക്ട് വിത്ത് മീ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും, IDC ഇസ് എ ഫാമിലി വി സേ. ഒരു ഗ്രൂപ്പ് എന്നോ കമ്മ്യൂണിറ്റി എന്നോ ഒന്നും അല്ല പറയുന്നത്. ഒരൊറ്റ ഇവന്റിൽ നമ്മൾ കണക്റ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് വി ആർ പാർട്ട് ഓഫ് ദാറ്റ് ബിഗ് ഫാമിലി. സോ ഇതിനകത്തൊരു കോളേജസ് തമ്മിൽ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനങ്ങൾ നിങ്ങൾക്ക് ഒരിടത്തും കാണാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഇസ് ദി കൈൻഡ് ഓഫ് ബിലോങ്ങിങ്നെസ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്ന ഒരു കോ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇതെന്ന് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ടു നോ. സോ നിങ്ങളുടെ കോളേജിനകത്തുള്ള ഏത് സ്റ്റുഡന്റിനും എന്തൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും മാർബസീലസ് കോളേജോ ഞാനോ അല്ലെങ്കിൽ നാളെ ഞാൻ വേറെ ഏതെങ്കിലും കോളേജിൽ പോയി കഴിഞ്ഞാലോ ആ കോളേജിലെ റിസോഴ്സുകളായിട്ട് ആക്സസ് ചെയ്യാൻ പോലും അതിനകത്തുള്ള പോസിബിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ട്രൈ ടു കണക്ട് വിത്ത് മീ ഇൻ ലിങ്ക്ഡിൻ പോസിബിളി. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇല്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇന്ന് തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എല്ലാവരും ഉണ്ടാക്കുക. ദാറ്റ് ഇസ് വെയർ യു ക്യാൻ ഡു ഓൾ യുവർ പ്രൊഫഷണൽ നെറ്റ്വർക്ക്സ് ആൻഡ് കീപ് മെയിൻറ്റെയിനിങ് ആൻഡ് ഗ്രോ ഇറ്റ് വെരി വെൽ. സോ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മസ്റ്റായിട്ട് ഉണ്ടാക്കുക.
that is where the future is going to be. And എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ feel free to connect. And if you have time, we can take questions. Titus sir, I'll be available. Yes. Thank you so much for your patient listening. ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ഓഫ് ടോപ്പിക് ഒക്കെ പോയി തോന്നുന്നു, but still I believe I added some value to your time, the time which you spent. Yes. Thank you so much. If anyone have any questions, you can post it in the chat box, so feel free to unmute your mic. So എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. Yes. So ഒരു നൂഡിൽസ് ആണോ? സർ നൂഡിൽസ് ആണോ? 2 minutes. യെസ്. മുബീന അല്ലേ ചോദിച്ചത്? അതോ വേറെ മുബീനയാണോ? ഇല്ല, മുബീന. 2 minutes. സർ ഇപ്പൊ ഒരു ചോദിച്ചോ. പ്രോബ്ലം ഉണ്ട്. അതിന് സൊല്യൂഷൻ ഹാർഡ്വെയർ ആയിട്ട് മാത്രമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മാത്രമായിട്ട് ചെയ്യാം. അപ്പോ ഏത് ചൂസ് ചെയ്യണമെന്ന് നമ്മ എങ്ങനെയായിരിക്കും തീരുമാനിക്കാൻ പറ്റുക? I would choose software. കാര്യം എന്താണെന്നറിയാവോ? ഹാർഡ്വെയറിൽ നമ്മളൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ആ ഹാർഡ്വെയർ ഭാവിയിൽ ഒബ്സലീറ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബിക്കോസ് ഒരുപാട് എവല്യൂഷൻസ് ആ സൈഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് വൺ തിങ്. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് while doing a hardware project, if there is a mistake, that mistake is very expensive. Okay? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കാർ കമ്പനികളൊക്കെ അവരുടെ പല കാറുകളും തിരിച്ചു വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ? അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ തന്നെ കമ്പനിയുടെ ബ്രാൻഡിനെ തന്നെ കംപ്ലീറ്റ്ലി ഡാമേജ് ചെയ്യുന്ന ലെവലിലുള്ള ഒരു ഇഷ്യൂ ആയിട്ട് അത് മാറാനുള്ള സാധ്യതയുണ്ട്. ഒരു ചെറിയ ഇഷ്യൂ ആണ് എന്തെങ്കിലും, പക്ഷെ ആ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് ഭയങ്കര നെഗറ്റീവായിട്ട് അതിന്റെ ഇമേജിനെ ബാധിക്കും. വേറെ നമുക്ക് കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മേ ബി 1 line of code എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫിക്സ് ദ പ്രോബ്ലം. ഓക്കെ, സോ ഇഫ് ദർ ഈസ് എൻ ഓപ്ഷൻ ടു ഗോ കംപ്ലീറ്റ്ലി ഹാർഡ്വെയർ ഫ്രീ, അത് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, പക്ഷെ ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ പ്രൊപ്പോസിഷൻസ് നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ടു മിനിമൈസ്. മിനിമൽ ഹാർഡ്വെയർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഓടിക്കാൻ പറ്റും ട്രൈ ചെയ്യുക. ഐ ഹോപ്പ് ഐ ആൻസർഡ് ഇറ്റ്. Yes sir, thank you. Any more questions? If not, there's a feedback form in the chat box. Kindly fill it before you leave for your certificates. Yes, anyone else, any other questions? ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പുതിയ കാര്യങ്ങളൊന്നും അല്ല, എല്ലാം നമ്മൾ പലയിടത്തായിട്ട് കണ്ടിട്ടും കേട്ടിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടി ഒന്ന് കമ്പൈൽ ചെയ്തെടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ ചുറ്റുമുള്ള സംഭവങ്ങൾ തന്നെയാണ്. യെസ്. So I guess nobody has any more questions. Sir Titus sir, shall I move on with the vote of thanks? Of course. വോട്ട് ഓഫ് താങ്ക്സിന് മുമ്പ് നമ്മുടെ ഈ IIC-യുടെ പ്രസിഡന്റ് ഡോക്ടർ ശ്രീജ സുഭാഷ് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസിന്റെ HOD കൂടിയാണ്. പുള്ളിക്കാരി നമ്മുടെ ഈ മീറ്റിംഗിൽ പ്രസന്റ് ആണ്. ഒരു അഭിപ്രായം പറയാൻ ഞാൻ എസിനെ വിളിക്കുകയാണ്. In fact, I was waiting for the students to respond. Thank you so much, Sir Arun, sir. I was listening to your talk and it was quite interesting, and I am quite sure that you could convince a few dubious or skeptical minds, because most of them are confused as to go forth with education, academics, or to deviate to the startup ventures and all. I'm quite sure in a very interesting manner, in an extremely convincing manner, you could present different aspects, and I'm so grateful to you for giving such a motivating talk. Thank you so much, sir. Thank you ma'am. ഞാൻ പറയുന്നതിലും നല്ലത് മിസ് പറയുന്നതാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ മിസ്സിനെ വിളിച്ചത്. This is our star, you know. He's the one who is behind all this, and also this is we are conducting this in association with Department of Electronics and Electrical Department. So all the HODs are there, and
students are there. I'm so happy to see that the full quorum is complete. 100. In fact, I was not able to end up because all the 100 were there. We have already exceeded. This was the comment that I was getting. That was so gratifying. So we are. I feel so glad. Thank God you didn't convey me this in the beginning. Otherwise, I would have become tense. Okay, thank you. Thank you so much, ma'am. And it is very happy to see such kind of collaborative moments inside the campus. Normally, what we see is when one department is organizing or when one entity is organizing, there will be only people who are very closely in connection with that particular entity. And again, they will be doing whatever thing possible to increase the number of participation and also in that space when we see such good number that also in a very late and busy evening to see all these minds all together in a single platform is kind of amazing. So thank you so much for the experience, Titus sir. Again, thank you so much. Eldo sir was also very keen to be in touch with me. Thank you so much. I think by that we can wind up, I guess. Titus sir. Yes, sir. Now, Mobina, Yes, sir. we can go for a vote of thanks, I think. And Nandita is there? Yes, sir. Yeah. So am I audible? Yes. Yeah. So good evening all. I'm Nandita Susan Cherian, Chief Marketing Officer of IEDC Test. So it is my pleasure to have asked to propose a vote of thanks on this occasion. And I, on behalf of IEDC Test, IIC in association with EEE and ECE department and the entire crew members here together, and on my own behalf, I extend a very hearty gratitude to our guest of honor, Mr. Arun JS sir, for his time and presence. Sir, it has indeed been a very informative session. The talk was very humble and simple. You literally guided us with a way to convert our small ideas into a real marketing product. And I'm sure this talk has awakened the spirit and confidence of the young innovators who are present here today. And once again, thank you so much, sir, for gracing this occasion with your wisdom. I'd also like to thank our principal, Professor Dr. Preeti Thekhet ma'am, for providing us such a wonderful opportunity to audience this event. And next, I would like to thank our dear faculties, Mr. Titus Thomas sir, Nodal Officer, IEDC Test, and Dr. Srija Subhash ma'am, President of IIC, for arranging an informative session for all the aspiring entrepreneurs. I also like to thank EEE and ECE department for this collaboration. And on behalf of IEDC, IIC, EEE, and ECE department, I thank all the participants who are here today for making this event a great success. And once again, I take this opportunity to thank all of you and wish you a good evening. Thank you. Thank you. Thank you all. Thank you, sir. Thank you. Thank you, Arun sir.